ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. ആദ്യത്തെ ആർട്ടിക്കിൾ GST റാഷണലൈസേഷനെ കുറിച്ചിട്ടാണ്. അതായത് GSTയിൽ മുന്നേ ഉണ്ടായിരുന്ന സ്ലാബുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ചില ചേഞ്ചസുകൾ വരുത്തിയിരിക്കുകയാണ്. 12% എന്നുള്ള സ്ലാബ് എടുത്തു കളയുന്നു. അതിലെ 90% സാധനങ്ങൾ നമ്മൾ എന്തിലേക്ക് ഇടാനായിട്ട് പോകുന്നു? 5% സ്ലാബിലേക്ക് പോകുന്നു. 12% ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? റിഫൈൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. അതായത് നിങ്ങൾ എന്തെങ്കിലും പാക്കേജ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ, ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഏതിലാണ് വരുന്നത്? മൊബൈൽ ഫോൺ ഏതിലാണ് വരുന്നത്? 12% നോർമലി ഉണ്ടാകുക. സോ സാധാരണ ആളുകൾ യൂസ് ചെയ്യാതെ കുറച്ചും കൂടി കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാധനങ്ങൾ, മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ, എല്ലാമല്ല, മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളും ഈ 12% സ്ലാബിലാണ് വന്നുകൊണ്ടിരുന്നത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്തു? 5% സ്ലാബിലേക്ക്, എല്ലാം ഇല്ല, 5% സ്ലാബിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ദെൻ 28% സ്ലാബ് ഉണ്ടായിരുന്നു. 28% സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ഗുഡുകളാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ 18% സ്ലാബിലേക്ക് നമ്മൾ റാഷണലൈസ് ചെയ്യുകയാണ്. എന്താണ് ഈ റാഷണലൈസേഷന്റെ ഉദ്ദേശം? അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ആരാണ് റാഷണലൈസ് ചെയ്യുക? GST എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും അനുമതി ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. സോ ആരാണ് ഇതിനെ റാഷണലൈസ് ചെയ്യുന്നത്? പെർട്ടിക്കുലർലി GST കൗൺസിലാണ്. നമുക്ക് പലർക്കും അറിയാം, GST കൗൺസിലാണ്. സോ എങ്ങനെയാണ് GST കൗൺസിലിന്റെ കോമ്പോസിഷൻ എന്ന് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ നോക്കാം. സോ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ലാബുകളിലായിട്ടാണ്. 4 അല്ല, 5 സ്ലാബുകളുണ്ട്. 0% ഓർ എക്സംപ്റ്റഡ് ഗുഡ്സ്. പച്ചക്കറികൾ, നിങ്ങൾ പച്ചക്കറി കടയിൽ പോയിട്ട് GSTയുടെ ബില്ല് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. സോ പച്ചക്കറികൾ പോലെയുള്ള സാധനങ്ങളെ എക്സംപ്റ്റഡ് ഗുഡുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ദെൻ GSTയിൽ പെടാത്ത ചില സാധനങ്ങളുണ്ട്. എന്താണ്? ലിക്വർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻസ്. നമ്മൾ ബെവ്കോയില്, ബിവറേജിൽ പോയിട്ട് മദ്യം വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് GST ബില്ല് തരുമോ? ഇല്ല. പെട്രോളിന് GST ബില്ലുണ്ടോ? ഇല്ല. അതെല്ലാം എക്സെപ്റ്റഡ് ഗുഡ് അല്ല, GSTയുടെ ഔട്ട്സൈഡ് ഉള്ള ഗുഡ്. സോ 0% സ്ലാബ് ഉണ്ട്, ദെൻ 5% സ്ലാബ് ഉണ്ട്, 12% സ്ലാബ് ഉണ്ട്, 18% സ്ലാബ് ഉണ്ട്, ദെൻ 28% സ്ലാബ് ഉണ്ട്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ഗുഡ്സും ഇന്ത്യയിൽ വന്നിരിക്കുന്നത് 5% സ്ലാബാണ്. കുറച്ചും കൂടി കൂടിയ ഗുഡ്സുകളാണ്, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് റിലേറ്റഡ് ആയിട്ട് റിഫൈൻഡ് ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് 12% സ്ലാബിൽ വരിക. ദെൻ 28% സ്ലാബിൽ എന്തൊക്കെ വരും? മോസ്റ്റ്ലി ലക്ഷറി ഗുഡ്സ് ആണ്. നിങ്ങൾ ഈ GSTയുടെ ഒരു പ്രശ്നം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാനൊരു കോടീശ്വരനാണ്, എനിക്ക് ഒരു ഓഡി കാർ എടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ബെൻസ് കാർ എടുക്കണം, ഹൈലി ലക്ഷൂറിയസ് വണ്ടി ഞാൻ എടുക്കണം. ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിന് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും? ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിന് ഏകദേശം 45% ടാക്സ് കൊടുക്കണം. അതെങ്ങനെയാ 45? 28% GST മാത്രമായിട്ട് ലക്ഷറി കാറുകൾക്ക് ടാക്സ് കൊടുക്കണം. ദെൻ അതിന്റെ കൂടെ ലക്ഷറി ടാക്സുകൾ കൂടിയിട്ട് ആഡ് ചെയ്യും, സെസ്സുകൾ ആഡ് ചെയ്യും, സർവ് ചാർജുകൾ ആഡ് ചെയ്യും. ദെൻ റോഡ് ടാക്സുകൾ എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ എനിക്ക് എത്ര ടാക്സ് കൊടുക്കണം? സോ 40-45%, മിനിമം ഒരു 50-നോടടുത്ത് ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് വണ്ടിയുടെ വില 1 കോടി രൂപയാണെങ്കിൽ 1,50,00,000 രൂപ എനിക്ക് എന്ത് വരും? ടോട്ടൽ എമൗണ്ട് ആയിട്ട് ടാക്സ് കൂട്ടിയിട്ട് വരും. സോ ലോകരാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ആ ടാക്സ് അത്രത്തോളം പല രാജ്യങ്ങളിലും ഇല്ല. പലപ്പോഴും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് ഇന്ത്യയിൽ ഓടി വാങ്ങിക്കുന്നതാണോ അല്ലെങ്കിൽ ദുബായിൽ ഒരു ഓടി വാങ്ങിക്കുന്നതാണോ നല്ലതെന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇത് കാരണം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ദെൻ മോസ്റ്റ് ഓഫ് നമ്മളുടെ ആവറേജ് വെയിറ്റേജ് അറൌണ്ട് 11% കുറഞ്ഞിട്ടുണ്ട്. എന്താണ് ആവറേജ് റേറ്റ് എന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, സോ അതൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ടാക്സ് സ്ലാബുകളെ റാഷണലൈസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങി. റാഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ 2 സ്ലാബുകളായിരിക്കും ഇനി ഉണ്ടാവുക. ഓക്കെ, മേജർ 2 സ്ലാബുകളായിരിക്കും ഇനി ഉണ്ടാവുക. 5%-ന്റെയും 18%-ന്റെയും സ്ലാബുകളായിരിക്കും അത്. ഓക്കെ, ദെൻ 40% സ്ലാബ് നമ്മൾ വെക്കും ചില പെർട്ടിക്കുലർ ഗുഡുകൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട് പെട്രോളിയത്തിനെ GSTയിലേക്ക് ഉൾപ്പെടുത്തുകയും അതിന് സെപ്പറേറ്റ് ഒരു സ്ലാബുകൾ വെക്കും എന്നുള്ളത്. സോ 40% സ്ലാബ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളുടെ പരിഗണനയിലുണ്ട്. ഓക്കെ, സോ 12% സ്ലാബിലെ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസും നമ്മൾ 5%ലേക്ക് വിടും. ദെൻ 28% സ്ലാബിലെ 90% ഐറ്റവും നമ്മൾ എന്തിലേക്ക് വിടും? 18%ലേക്ക് നമ്മൾ വിടും. ഓക്കെ, സോ ഇനി ആവറേജ്
വെയിറ്റേജ് അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് GST റേറ്റ്. അതായത് ഈ വെയിറ്റഡ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി, വിച്ച് മീൻസ് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അതെന്താണ്? ആവറേജ്, ഏറ്റവും ആവറേജ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശരാശരി ആയിട്ട് ആളുകൾ പേ ചെയ്യുന്ന സ്ലാബുകൾ ഏതാണ്? 14% അടുത്താണ് സ്ലാബുകൾ ആവറേജിലി പേ ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാത്തിന്റെയും കൂട്ടിയിട്ട് നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ എത്രയാണ് പെർസെന്റേജ് വരുന്നത്? 14% അടുത്താണ്. സോ അത് 11% ഡിക്രീസ് ചെയ്യുന്നു. 11% ഡിക്രീസ് ചെയ്യുന്നു. വിച്ച് മീൻസ് എന്താണ്? അതായത് ഹൈ ലക്ഷറീസ് ആയിട്ടുള്ള ഗുഡുകളൊന്നും അധികം വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ ഹൈ ലക്ഷറീസ് ആയിട്ടുള്ള ഗുഡുകളൊന്നും അധികം സെല്ലാകുന്നില്ല. മോസ്റ്റ് ഓഫ് ദി സാധനങ്ങളും സെല്ല് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ 5%, 12%, 28% ഒക്കെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും യൂസ് ചെയ്യാത്ത സ്ലാബുകളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടാക്സിനെ റാഷണലൈസ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ 5%ഉം 18% എന്ന് പറയുന്ന രണ്ട് സ്ലാബുകളിലേക്ക് മാറ്റിയത്. സോ ഇനി മുതൽ ഫോണിനൊക്കെ വില കുറയോ, മൊബൈൽ ഫോണിന് വില കുറയോ? മൊബൈൽ ഫോണിന് വില കുറയാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താണ്? 12% സ്ലാബിൽ നിന്ന് നമ്മൾ 5% സ്ലാബിലേക്ക് അതിനെ എടുത്തിടുകയാണ്. ഓക്കെ, സോ റെഡ്യൂസ്ഡ് കംപ്ലൈൻസ് കോസ്റ്റ് സ്റ്റിമുലേറ്റഡ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ദെൻ എന്താണ്? ഇംപ്രൂവ്ഡ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാക്സ് പേയേഴ്സ്, അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സ് അല്ല, ടാക്സ് കംപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ടാക്സ് സബ്മിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, വിച്ച് മീൻസ് നമ്മളുടെ സപ്ലയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബെറ്റർ ഒരു കാര്യമാണ്. ഇന്ന പ്രൊഡക്റ്റുകൾക്ക് 5%, ഇന്ന പ്രൊഡക്റ്റുകൾക്ക് 15%, അങ്ങനെ ഡിഫറെന്റ് കംപ്ലൈന്റ് സിസ്റ്റം ഒന്നും വേണ്ട. അവർക്ക് ഈസി ആയിട്ട് കംപ്ലൈ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. സോ മോദിജി നമ്മളുടെ ഓഗസ്റ്റ് 15 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വലിയ സിസ്റ്റങ്ങൾ, ടാക്സ് റിഫോം, അടുത്ത ടാക്സ് റിഫോം ഒക്കെ ഞാൻ ദീപാവലിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കും. സോ അതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് വേണം നമുക്ക് ഇതിനെ കാണുവാൻ വേണ്ടിയിട്ട്. ദെൻ ചില പ്രശ്നങ്ങളില്ലേ? എന്താ പ്രശ്നം ഇവിടെ ഉള്ളത്? അതായത് സ്റ്റേറ്റുകളുടെ കൺസേൺ ഉണ്ട്. GST കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, GST ഇന്ത്യയിൽ 2017 ഓഗസ്റ്റ് അല്ല, ഏപ്രിൽ 1 ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? സ്റ്റേറ്റുകൾ വലിയ കഷ്ടത്തിലായി പോയി. കാരണം എന്താ? അവരുടെ പണം മൊത്തം ഒരു സെൻട്രൽ ടാക്സ് കളക്ട് ചെയ്യുകയും അതിന്റെ ഒരു വിഹിതം മാത്രമാണ് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത്. സോ സ്റ്റേറ്റുകളുടെ റവന്യൂ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? GST കോമ്പൻസേഷൻ കൊടുക്കാൻ തുടങ്ങി. 5 വർഷത്തേക്ക് ഞങ്ങൾ GST കോമ്പൻസേഷൻ തരുമെന്ന് പറഞ്ഞു. ദെൻ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് 2023 വരെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കറന്റ്ലിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ GST കോമ്പൻസേഷൻ നിങ്ങൾ തോമസ് ഐസക് സാറ് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ ഭരണ കാലഘട്ടം പിണറായി വിജയന്റെ. സോ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ GST കോമ്പൻസേഷൻ നിർത്തലാക്കരുത്. കാരണം സംസ്ഥാനങ്ങളുടെ വരുമാനം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാലത്തേക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു യൂണിയൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ നമ്മളുടെ GST കൊടുക്കുന്നത് അല്ലെങ്കിൽ GST വാങ്ങുന്നതും അത് ടാക്സബിൾ ആക്കാനായിട്ടുള്ള ടാക്സ് ബേസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അല്ലാണ്ട് GST കോമ്പൻസേഷൻ ഇനിയും തരണം എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. സോ സ്റ്റേറ്റുകൾക്ക് ഒരു കൺസേൺ ഉണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായല്ലോ, 5%, 18%. ദെൻ സ്റ്റേറ്റുകൾക്ക് ചില കൺസേണുകൾ ഉണ്ട്. കാരണം എന്താണ്? കോമ്പൻസേഷൻ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അളവ് കൂടുമോ കുറയോ എന്നുള്ളത് അവരുടെ കൺസേൺ ആണ്. ദെൻ നമുക്ക് GST കൗൺസിലിലേക്ക് പോകണം. എന്താണ് GST കൗൺസിൽ? ഒന്നാമത്തെ ചോദ്യം, GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ അല്ലയോ? GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? സംശയം ഒന്നും വേണ്ട, GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 279A, അതായത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 280 ആണ്. 280 പറയുന്നതിന് മുൻപ് 279നും 280നും ഇടയിൽ പുതിയൊരു ആർട്ടിക്കിൾ നമ്മൾ ആഡ് ചെയ്തു, 279A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. സോ ആ ആർട്ടിക്കിൾ പ്രകാരമാണ് GST കൗൺസിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, 101ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 101 അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മൾ GSTയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. സോ ആർട്ടിക്കിൾ 279A പറയുന്നത് നമ്മൾ GST അമെന്റ്മെന്റ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കണം? GST കൗൺസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആരൊക്കെയാണ് GST കൗൺസിൽ ഉള്ളത്? നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രിയും ഉണ്ടോ? ഇല്ല.
സോ പ്രൈം മിനിസ്റ്റർ ഈസ് എ മെമ്പർ ഓഫ് GST കൗൺസിൽ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? പ്രൈം മിനിസ്റ്റർ ഈസ് എ മെമ്പർ അല്ല. പ്രൈം മിനിസ്റ്റർ മെമ്പർ അല്ല. ആരാണ്? ചെയർപേഴ്സൺ ഈസ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ആരാണ്? ചെയർപേഴ്സൺ ഈസ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ദെൻ ഒരാളും കൂടി ആരെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും? സെൻട്രലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ടാവും. ഓക്കെ. ദെൻ വേറെ ആരുണ്ട്? വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും. അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ദെൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫിനാൻസ് മിനിസ്റ്റർമാർ, 28 സംസ്ഥാനം ഉണ്ടെങ്കിൽ 28 സംസ്ഥാനങ്ങളുടെയും ആരുണ്ടാകും? ഫിനാൻസ് മിനിസ്റ്റർമാര് ഇവിടെ ഉണ്ടാകും. അത് മാത്രം മതിയോ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ഇല്ലേ നമുക്ക്? ഇൻഡയറക്ട് ടാക്സുകളുടെ കാര്യത്തിൽ ടോപ്പ് മോസ്റ്റ് അതോറിറ്റി ആയിട്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. അതിന്റെ ചെയർപേഴ്സണെയും പിടിച്ച് നമ്മൾ ഇവിടെ ഇരുത്തും. ഓക്കെ. സോ ആരൊക്കെയുണ്ട്? യൂണിയൻ മിനിസ്റ്റർ ഉണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്, നിർമ്മല സീതാരാമൻ ജി ഉണ്ട്. പുള്ളിക്കാരിയാണ് ആരാവുന്നേ? ചെയർപേഴ്സൺ ആകുന്നേ. ദെൻ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും. GST കൗൺസിലിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും. മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ടാകും? മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ റവന്യൂ. ഇതിൽ നിന്ന് ഒരു മിനിസ്റ്ററെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിടാം. സോ നമ്മളുടെ ഇവിടെ നിന്ന് ആര് പോകും? ബാലഗോപാലൻ സാറ് പോകും. എന്തുകൊണ്ട്? ഫിനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പൊ കറന്റ് GST കൗൺസിലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അറൌണ്ട് 33 മെമ്പേഴ്സ് നമ്മളുടെ GST കൗൺസിലുണ്ട്. 33, 28 സംസ്ഥാനം. ദെൻ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ, ദെൻ നമ്മളുടെ പെർമനന്റ് ഇൻഡയറക്ട് ടാക്സ്, എല്ലാവരും കൂടിയിട്ട് 33 മെമ്പേഴ്സ് അവിടെ ഉണ്ട്. ഓക്കെ. ദെൻ കീ ഫംഗ്ഷൻസ് ഓഫ് ദ GST കൗൺസിലൊക്കെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്? ടാക്സ് സബ്സിഡി ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക, ദെൻ GST മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, ലോസ് ക്രിയേറ്റ് ചെയ്യുക. GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ GST കൗൺസിൽ പ്രകാരമാണ്. GST കൗൺസിലിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? പാർലമെന്റിന് എങ്ങനെയായിരുന്നു ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്നത്? മെജോറിറ്റിയാണ്. ചില സമയത്ത് സ്പെഷ്യൽ മെജോറിറ്റിയും വരും. നമ്മൾ ഇന്നലെ കണ്ടു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട്. ദെൻ GST കൗൺസിലിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഒരു മെജോറിറ്റി ബേസിസിലാണ്. പക്ഷേ അത് നോർമൽ മെജോറിറ്റി അല്ല. 3/4 ഓഫ് ദ മെമ്പേഴ്സ്, മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ മെമ്പേഴ്സ്, 3/4 ഓഫ് ദ വെയ്റ്റഡ് വോട്ട്. വോട്ട് ചെയ്യുന്നതിൽ 4/3 വിച്ച് മീൻസ് മുക്കാൽ 3/4 എന്ത് വേണം? ഒരു കാര്യത്തെ വോട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സെയിം ആയിട്ട് വോട്ട് ചെയ്തിരിക്കണം. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ്? സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ് 1/3 ആണ്. വിച്ച് മീൻസ് 1/3 ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ്. ഓക്കെ, 1/3. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എത്രയുണ്ടാകും? 2/3. എത്രയാണ്? 2/3. സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ് 1/3, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വെയിറ്റേജ് 2/3. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 3/3, 1. സോ മെജോറിറ്റി ആയി. പക്ഷേ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മെജോറിറ്റി ഡിസിഷൻസ് വന്നിരിക്കുന്നത് 3/4 ആണ്, 4/3 ഇത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെൻസസ് ഇല്ലാതെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് അങ്ങോട്ട് ഒഴിഞ്ഞു തീർന്നാൽ, സെൻട്രൽ ഗവൺമെന്റിന് എത്ര ശതമാനം ഉണ്ട്? 1/3 ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമായിട്ടോ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമായിട്ടോ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ എല്ലാവരും എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് പെർട്ടിക്കുലർലി നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? സോ ഒരു നിയമം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, GST കൗൺസിലിൽ ഒരു നിയമം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ 3/4 മെജോറിറ്റി വേണം. അതിൽ സെൻട്രൽ ഗവൺമെന്റിന് 1/3 ഇറ്റ്സെൽഫ് ഉണ്ട്. സോ സെൻട്രൽ ഗവൺമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു നിയമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം വേണ്ട എന്ന് പറഞ്ഞാൽ ആ നിയമം GST കൗൺസിലിൽ പാസ്സാകില്ല. ഓക്കെ ആണോ? സോ സെൻട്രൽ ഗവൺമെന്റിന് ഒരു അപ്പർ ഹാൻഡ് ഇവിടെ വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് എല്ലാവർക്കും കൂടി കൂട്ടിയിട്ടും ഒരു നിയമം പാസ്സാക്കാനായിട്ട് പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റേജ് 3/4 നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ ഇപ്പൊ എന്താ പ്രശ്നങ്ങളുള്ള? കാരണം ഈ കംപ്ലൈൻസിൽ പ്രശ്നമുണ്ട്, അത് മാറ്റാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഹൈ റേറ്റുകളാണ്, 28% റേറ്റ്, 18% റേറ്റ്. എനിക്ക് തോന്നുന്നു ഗോൾഡ്മാൻ സാക്സിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു, അല്ലെങ്കിൽ ഗോൾഡ്മാൻ സാക്സിന്റെ MD എന്തോ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് GSTയുടെ ഇംപ്ലിമെന്റേഷൻ നല്ലതാണ്, പക്ഷേ
ലോകത്തില്ലാത്ത റേറ്റ് ആണ് നമ്മൾ GST അടിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മളത് കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, സോ GST കൗൺസിൽ എന്താണെന്ന് മനസ്സിലായി, GST കൗൺസിൽ ആരൊക്കെയാണ് മെമ്പർ എന്ന് മനസ്സിലായി, എങ്ങനെയാണത് വോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണത് മെജോറിറ്റി തീരുമാനിക്കുന്നത്. 3/4 അടിയിൽ 4. എത്രയാണ് സെന്ററിനുള്ള വെയിറ്റേജ്? 1/3 സെന്ററിനുള്ള വെയിറ്റേജ് ആണ്. ഓക്കെ ആണോ? സോ ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. എൻചാൻഡിങ് ലേക്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ. ഒരൊറ്റ ലേക്കിനെ കുറിച്ചിട്ട് ന്യൂസിൽ വന്നിരിക്കുകയാണ്. ദാൽ ലേക്ക് ഹോസ്റ്റ് ഫസ്റ്റ് എവർ ഖേലോ ഇന്ത്യ വാട്ടർ ഗെയിംസ് വിത്ത് ഐ ഓൺ ഒളിമ്പിക്സ്. ദാൽ ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്കിനെ കുറിച്ചിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ദാൽ ലേക്കിനെ നമ്മൾ നോക്കണം. ദെൻ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേക്കുകൾ, പെർട്ടിക്കുലർലി ഈ ശ്രീനഗർ, ജമ്മു കാശ്മീർ മേഖലയിൽ, ലേ ലഡാക്ക് റീജിയനുകളിലൊക്കെ ആയിട്ട് കുറച്ച് ലേക്കുകൾ ഉണ്ട്. അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ അത് കൂടാണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ലേക്കുകളും ഉണ്ട്, അതിനെയും നമുക്കൊന്ന് നോക്കി പോകണം. നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ലേക്ക് പറഞ്ഞേ ഏതാണ്? വേമ്പനാട് തടാകം, വേമ്പനാട്ട് കായൽ. ദെൻ പണ്ട് നിങ്ങൾ മറ്റേ അക്ഷരമുറ്റം ക്വിസിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ ജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഓക്കെ, സോ അങ്ങനെയുള്ള ലേക്കുകളെ നമുക്കറിയാം. ഇനി നമ്മളുടെ അടുത്തുള്ള ലേക്കുകളെയൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്? UPSC ഇന്ത്യയുടെ എക്സാമിനേഷൻ അല്ലേ. സോ ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ലേക്കുകളിലേക്ക് നമ്മൾ പോകുകയാണ്. സോ ആദ്യം നമുക്ക് ഏത് ലേക്കിലേക്ക് പോകണം? ആദ്യം നമുക്ക് ധാൽ ലേക്കിലേക്ക് പോകണം. ഏത് ലേക്കിലേക്ക് പോകണം? ധാൽ ലേക്ക്. സോ ധാൽ ലേക്ക് എവിടെയാണ്? ധാൽ ലേക്ക് കാശ്മീരിലാണ്. ധാൽ ലേക്ക് ഈസ് ഇൻ കാശ്മീർ. ദ ജ്വൽ ഓഫ് കാശ്മീർ, കാശ്മീരിന്റെ രത്നം എന്നറിയപ്പെടുന്ന ലേക്കാണ് ഈ ധാൽ ലേക്ക് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർലി ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഓക്കെ, ശ്രീനഗറിനെ, അതായത് പിർപ്പാഞ്ചൽ റേഞ്ചിൽ നിലകൊള്ളുന്ന ഒരു ലേക്കാണ് ഈ ധാൽ ലേക്ക് എന്ന് പറയുന്നത്. സോ ഫ്രഷ് വാട്ടർ ലേക്ക്. അപ്പൊ നമ്മൾ കാശ്മീരിനെ നമ്മളൊന്ന് വരച്ചു. കാശ്മീർ ഇങ്ങനെ വരുന്നു. ദെൻ ഇതാണ് കാശ്മീർ എന്ന് വിചാരിക്കുക. ഇതാണ് കാശ്മീർ എന്ന് വിചാരിക്കുക. സോ ഇവിടെ എവിടെയോ ആയിട്ട് ശ്രീനഗറിന്റെ തീരത്ത് പിർപ്പാഞ്ചലിൽ എന്തുണ്ട്? ധാൽ ലേക്ക് ഉണ്ട്. എന്തുണ്ട്? ധാൽ ലേക്ക് ഉണ്ട്. ദെൻ ധാൽ ലേക്കിനെ കുറിച്ച് പഠിച്ചല്ലോ. പിർപ്പാഞ്ചൽ മലനിരകൾ അല്ലെങ്കിൽ കാശ്മീർ മുകളിലാണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ ഇന്ത്യയുടെ മാപ്പ് എടുത്തു, അതിൽ കാശ്മീരിനെ അടയാളപ്പെടുത്തിയിട്ട് ശ്രീനഗർ ഭാഗത്തുള്ള ഒരു ലേക്ക് ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു. ഓക്കെ, ദെൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി അടുത്ത ലേക്കുകളെ പഠിക്കാൻ പോകുന്നത്. സോ ധാൽ ലേക്ക്, ന്യൂസിൽ വന്ന ധാൽ ലേക്കിനെ ഞാൻ എന്റെ മൈൻഡിന്റെ മാപ്പിൽ ഞാൻ അടയാളപ്പെടുത്തി. ഓക്കെ, സോ പിർപ്പാഞ്ചൽ മലനിരകൾ. ദെൻ വേറെ എന്താണ്? അവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ജ്വൽ, രത്നം എന്നൊക്കെ പറയും. 2 മാസം കഴിയുമ്പോൾ രത്നം ഏതാണെന്നൊന്നും നമ്മൾ ഓർക്കില്ല. സോ പിർപ്പാഞ്ചൽ മലനിരകളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് മനസ്സിൽ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ലേക്ക് ഉണ്ട്, വുലാർ ലേക്ക്. ഏത് ലേക്കാണ്? വുലാർ ലേക്ക്. ഓക്കെ, കാശ്മീരിന് തൊട്ട് മുകളിലായിട്ട് എന്താണ്? തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്? വുലാർ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. ഏഷ്യാസ് സെക്കൻഡ് ലാർജസ്റ്റ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് ഈ വുലാർ ലേക്ക് എന്ന് പറയുന്നത്. ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. അതില് വെള്ളം കോരി കുടിച്ചു കഴിഞ്ഞാൽ ഉപ്പ് രസം ഉണ്ടാവില്ല, നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. സോ മുകളിലാണ്, എവിടെ? ധാൽ ലേക്കിന്റെ മുകളിലായിട്ടാണ് എന്തുള്ളത്? വുലാർ ലേക്ക് ഉള്ളത്. ഇന്ത്യയിലെ ഫ്രഷ് വാട്ടർ ലേക്ക്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? സെക്കൻഡ് ലാർജസ്റ്റ് വേമ്പനാട് ലേക്ക് ആണ്. ലോങ്സ്റ്റ് ലേക്കും വേമ്പനാട് ലേക്ക് ആണ്. ഓക്കെ, സോ വുലാർ ലേക്കിനെ നമ്മൾ പഠിച്ചു. ഇനി അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നത്. പാകിസ്ഥാന്റെ സൈഡിൽ 2 ലേക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചൈനയുടെ സ്ഥലത്തും 2 ലേക്കിനെ പഠിക്കണമല്ലോ. പഠിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേക്കിനെ പഠിച്ചു. ഏതാണത്? പാങ്കോങ് സോ എന്ന് പറയുന്ന ചൈനയുടെ തീരത്ത് ലഡാക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേക്കാണ് പാങ്കോങ് സോ എന്ന് പറയുന്നത്. ഓക്കെ, പാങ്കോങ് സോ. ഓക്കെ, എന്താ പ്രത്യേകത? അതൊരു സോൾട്ട് വാട്ടർ ലേക്ക് ആണ്.
ഇതെങ്ങനെയാണ് ഇവിടെ ഉപ്പ് വന്നത്? കാശ്മീരിന്റെ ആ ഭാഗത്ത് കടൽ പോലും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ അവിടെ ഉപ്പ് വന്നു? അതായത് ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂട്ടിമുട്ടുന്നതിനിടയിൽ ഒരു കടൽ ഉണ്ടായിരുന്നല്ലോ. സോ ആ കടലിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെ ഒരു ലേക്ക്, പെർട്ടിക്കുലർലി സോൾട്ട് വാട്ടർ ലേക്ക് വരാനായിട്ടുള്ള കാരണം. പാങ്കോങ് സോ എന്ന് പറയുന്ന ലേക്ക്. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്? പാങ്കോങ് സോ എന്ന് പറയുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് മാർവൽ. എന്താണ് മാർവൽ എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം? കടലില്ല, പക്ഷെ ഉപ്പ് വെള്ളമാണ്, നിറയെ ഉപ്പാണ്. സോ എന്താണ്, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് എന്തുള്ള ഈ ലേക്ക് ഉള്ളത്. പെർട്ടിക്കുലർലി ലേ ലഡാക്ക് റീജിയനിലാണ് ഈ ഒരു ലേക്ക് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സോൾട്ട് വാട്ടർ ലേക്ക്. മനസ്സിലായോ? സോൾട്ട് വാട്ടർ ലേക്ക് ആണ് വേൾഡിലെ ഹയസ്റ്റ് ഉള്ള, അതായത് ഉയരത്തിലുള്ള സോൾട്ട് വാട്ടർ ലേക്ക് ആണ് നമ്മളുടെ ഈ പാങ്കോങ് സോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനോട് ബന്ധപ്പെട്ട് തന്നെ അതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്? സോ മൊറീരി. ടി സൈലന്റ് ആണ്, സുനാമിയുടെ ഇത് പറയുന്ന പോലെ സോ മൊറീരി എന്ന് പറയുന്ന ഒരു ലേക്ക് കൂടിയുണ്ട്. എന്താ സോ മൊറീരിയുടെ പ്രത്യേകത? ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് ലേക്ക്. ഇതും എന്താണ്? ഇതും ഒരു സോൾട്ട് വാട്ടർ ലേക്ക് തന്നെയാണ്. അപ്പോ നമ്മൾ 4 ലേക്കിനെ കുറിച്ചിട്ട് വാർത്തയിൽ കണ്ടപ്പോ നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു 4 ലേക്ക് കൂടി പഠിച്ചു. നമുക്കറിയാവുന്ന വേമ്പനാട്ടും ശാസ്താംകോട്ടയും നമുക്കറിയായിരുന്നു, നമ്മൾ അക്ഷരമുറ്റം ക്വിസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പുതിയ ലേക്കുകളെ പഠിക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? വേമ്പനാട് എന്നുള്ളത് കാശ്മീരിൽ നിന്നുള്ള ഒരാൾ UPSC എഴുതുന്ന ആളും വേമ്പനാട് എന്ന് ചിലപ്പോൾ പഠിക്കും. അപ്പൊ നമ്മൾ അവിടെയുള്ള ആളുകളുടെ ലേക്ക് പഠിക്കണം, UPSC ചോദിക്കും. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു 4 ലേക്കിന് നമ്മൾ മൈൻഡിന്റെ മാപ്പിൽ ഐഡന്റിഫൈ ചെയ്തു. എവിടെയാണ്? കാശ്മീരിന്റെ പിർ പാഞ്ചൽ റേഞ്ച്. എന്റെ മനസ്സിലേക്ക് മാപ്പ് വന്നു. മാപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടു. എന്തിട്ടു? 4 ലേക്ക്, പിർ പാഞ്ചൽ റേഞ്ച്, ശ്രീനഗർ. അതിന്റെ മുകളിലായിട്ട് എന്ത് വന്നു? ശ്രീനഗറിന്റെ മുകളിലായിട്ട് വോലാർ ലേക്ക് വന്നു. ഓക്കെ, വോലാർ ലേക്ക്. അപ്പൊ ഞാൻ എന്ത് കണ്ടു? ഇത് രണ്ടും ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആയിട്ടുള്ള വോലാർ ലേക്കിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. അപ്പോ ഇനി ഞാൻ ചിന്തിച്ചു, കാശ്മീർ മേഖലയിൽ അല്ലെങ്കിൽ പഴയ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റില് വേറെ ഏതെങ്കിലും ലേക്കുകൾ ബാക്കിയുണ്ടോ? അപ്പോ ഞാൻ കണ്ടു ചൈനയുമായിട്ട് ചേർന്നുകൊണ്ട് പെർട്ടിക്കുലർലി 2 ഇമ്പോർട്ടന്റ് ലേക്കുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പാങ്കോങ് സോ എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യ ചൈന ബോർഡറിൽ ലേയിൽ ഇരിക്കുന്ന ഒരു ലേക്ക് ഉണ്ട്. ഓക്കെ, അത് സോൾട്ട് വാട്ടർ ലേക്ക് ആണ്. പണ്ട് ഞാൻ എപ്പോഴോ ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എഴുതപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്, ഒരു സോൾട്ട് വാട്ടർ ലേക്ക് ആണോ മറ്റേ ലേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ പെർട്ടിക്കുലർലി UPSC ക്വസ്റ്റൻസിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ അത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതൊരു സോൾട്ട് വാട്ടർ ലേക്ക് ആണ്. ദെൻ അതിന് തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്? സോ മൊറീരി എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്. ഓക്കെ, സോ കാശ്മീർ ഏരിയ ക്ലിയർ ആയല്ലോ, മൈൻഡിൽ മാപ്പ് വന്നല്ലോ. ഇനി നമുക്ക് താഴേക്ക് ഒന്ന് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങുമ്പോൾ രാജസ്ഥാനിൽ, എല്ലാ ലേക്കുകളും ഞാൻ പറയുന്നില്ല, രാജസ്ഥാനില് ഒരു ഇമ്പോർട്ടന്റ് ലേക്ക് ഉണ്ട്. ഏതാണ്? സാമ്പാർ ലേക്ക്. ഏതാണ്? സാമ്പാർ ലേക്ക്. രാജസ്ഥാനിലെ ആളുകൾ സാമ്പാർ വെച്ച് കുടിച്ചു എന്നോർക്കുക. സാമ്പാർ ലേക്ക്. ഓക്കെ, സോ സാമ്പാർ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് എവിടെയുണ്ട്? രാജസ്ഥാനില് ഉണ്ട്. ഓക്കെ, ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് ആണ്. എന്താണ്? ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് ആണ് ഈ സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ പാൻസോ എന്തായിരുന്നു? ഹയസ്റ്റ് ഉള്ള സോൾട്ട് വാട്ടർ ആയിരുന്നു. ദെൻ സാമ്പാർ ലേക്ക് എന്താണ്? ഇന്ത്യയിലെ ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, മരുഭൂമിയോട് ചേർന്ന് കിടന്നുകൊണ്ട് ഉപ്പ് ഉണ്ടാക്കുന്ന പ്രദേശങ്ങളൊക്കെയാണ് ഇത്. ഓക്കെ, ദെൻ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചില ലേക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ന്യൂസിൽ വരുമ്പോൾ വായിക്കാം. എല്ലാ ലേക്കുകളും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ലേക്ക് ലോണാർ ലേക്ക്. ഓക്കെ, ലോണാർ ലേക്ക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഈ ഒരു ലേക്ക് ഉള്ളത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഈ ഒരു ലേക്ക് ഉള്ളത്. ഓക്കെ, ദെൻ നമ്മൾ കേരളത്തിലേക്ക് വന്നു. നമ്മളുടെ സ്വന്തം നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? വേമ്പനാട് ലേക്ക്, അഷ്ടമുടി ലേക്ക്, ശാസ്താംകോട്ട ലേക്ക്. നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് ആൻസർ എഴുതും, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി രാജസ്ഥാനിലേക്ക് വന്നു. ദെൻ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് എന്ത് ചെയ്തു? നമ്മൾ
ലൊണാർ ലേക്കിലേക്ക് ഇറങ്ങി. എവിടെ? മഹാരാഷ്ട്രയിലെ ലൊണാർ ലേക്ക്. ദെൻ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനത്തിലേക്ക് പോവുകയാണ്, നമ്മളുടെ തമിഴ്നാട്ടിലേക്ക്. അപ്പൊ തമിഴ്നാട്ടിലേക്ക് നമ്മൾ ചെന്നപ്പോ തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഇടയിൽ നമ്മൾ ഒരു ലേക്ക് കണ്ടു, പുലിക്കട്ട് ലേക്ക്. ഓക്കെ, പുലിക്കട്ട് ലേക്ക് എവിടെയാണ്? പെർട്ടിക്കുലർലി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബോർഡറിലാണ്. ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിട്ടാണ് ഈ പുലിക്കട്ട് ലേക്ക് കിടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ തിരിച്ച് ബേ ഓഫ് ബംഗാളിന്റെ അടുത്തേക്ക് എത്തി. മുകളിൽ നിന്ന് കാശ്മീരിൽ നിന്ന് തുടങ്ങിയതാണ്, ശ്രീനഗറിന്റെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. ദെൻ നമ്മൾ തിരിച്ച് ആന്ധ്രാപ്രദേശിലെത്തി, പുലിക്കട്ട് ലേക്ക്. ദെൻ അതിനോട് ചേർന്ന് തന്നെ കൊല്ലേരു ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക് കൂടിയുണ്ട്. എന്തുണ്ട്? കൊല്ലേരു ലേക്ക്. ഓക്കെ, സോ കൊല്ലേരു ലേക്ക്. പിന്നെ ഞാൻ മുകളിലേക്ക് പോയപ്പോ എനിക്ക് ഒഡീഷ തീരത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേക്ക് ഞാൻ കണ്ടു. ഏതാണ്? ചിൽക്ക ലേക്ക്. ഏതാണ്? ചിൽക്ക ലേക്ക്. ഓക്കെ, ദെൻ ചിൽക്ക ലേക്ക് കഴിഞ്ഞിട്ട് മറ്റൊരു ലേക്ക് കൂടിയുണ്ട്. ദെൻ നമ്മളുടെ മണിപ്പൂർ ആസ്ഥാനമാക്കിയിട്ട് ലോക്തക് ലേക്ക്. അത് മണിപ്പൂർ നമ്മളുടെ കലാപമൊക്കെ നടന്നല്ലോ, സോ ആ സമയത്ത് വാർത്തകളിലൊക്കെ വന്ന ഒരു ലേക്കാണ് ലോക്തക് ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ചിൽക്ക ലേക്ക്, ലോക്തക് ലേക്ക്. ഏതെങ്കിലും ലേക്ക് വിട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും മേജർ ആയിട്ടുള്ള വേറെ ലേക്കുകളൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബാക്കിയുള്ള ലേക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ? ഒരുപാട് ലേക്കുകൾ ഉണ്ട്, സോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നു. ദെൻ വാർത്തയിൽ പുതിയ ലേക്കുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ഓൺ ചെയ്ത് പോകും. ഓക്കെ, സോ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചോ. മൈൻഡ് മാപ്പ് സെറ്റ് ആയോ? ഈ ചോദിക്കട്ടെ, മൈൻഡ് മാപ്പ് സെറ്റ് ആയെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പോകാം. പറയൂ. നമ്മൾ ദാൽ ലേക്കിനെ കുറിച്ചിട്ട് കണ്ടു, റിവിഷൻ ആണ്. ദാൽ ലേക്കിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. സോ നമ്മൾ അതിന്റെ പൊസിഷൻ മാർക്ക് ചെയ്തു. എങ്ങനെയാണ്? ശ്രീനഗറില് പിർപാഞ്ചൽ റേഞ്ചിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ പിർപാഞ്ചൽ റേഞ്ചിന് അടുത്തായിട്ടുള്ള ഒരു ലേക്കാണ് ദാൽ ലേക്ക്. അതിന്റെ മുകളില് ആരുണ്ട്? മുകളില് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇന്ത്യയിലെ വോളാർ ലേക്ക് ഉണ്ട്. സോ നമ്മൾ കാശ്മീരിൽ നിന്ന് പോകുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് നോക്കി വേറെ എവിടെയെങ്കിലും ലേക്കുകൾ ഉണ്ടോ. സോ നമ്മൾ എപ്പുറത്തെ സൈഡില് ചൈനയുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്ഥലങ്ങളിൽ 2 ലേക്കുകളെ നമ്മൾ പഠിച്ചു. ഒന്ന് സാങ്പോങ് പേര് മറന്നുപോയി, പാങ്കോങ്സോ. സാങ്പോങ്കോ അല്ല, പാങ്കോങ്സോ. ഇതൊക്കെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാങ്കോങ്സോ. ഓക്കെ, സോ പാങ്കോങ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാങ്കോങ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലേക്കാണ്. എന്ത് ലേക്കാണ്? സോൾട്ട് വാട്ടർ ലേക്കാണ്. ദെൻ അടുത്ത ഒരു ലേക്ക് ഞാൻ കണ്ടുപിടിച്ചു. ഏതാണ് അടുത്തൊരു ലേക്ക്? സോ മൊറീരി. ഏതാണ്? സോ മൊറീരി. പാങ്കോങ്സോ, സോ മൊറീരി. ഓക്കെ, സോ മൊറീരി എന്താണ്? അതിന് മുകളിലായിട്ട് കിടക്കുന്ന ഒരു ലേക്കാണ്. സോ മനസ്സിലായല്ലോ, 4 മനസ്സിലായല്ലോ. ദെൻ നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ രാജസ്ഥാനിലെത്തിയപ്പോൾ ഞാൻ ഒരു ലേക്ക് കണ്ടു. ഏതാണ്? സാംബാർ ലേക്ക്, ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ. ദെൻ വീണ്ടും ഞാൻ താഴേക്ക് ഇറങ്ങി, ഞാൻ മഹാരാഷ്ട്രയിലെത്തിയപ്പോ ലോണാർ ലേക്ക്. ഓക്കെ, ഇവിടെ മഹാരാഷ്ട്രയില് ലോണാർ ലേക്ക്. എന്റെ മൈൻഡ് മാപ്പിൽ ഞാൻ വരച്ചു വെച്ചു ലോണാർ ലേക്ക്. ദെൻ എനിക്ക് ഏറ്റവും അടുത്തറിയപ്പെടാവുന്ന കുറച്ച് ലേക്കുകൾ, അഷ്ടമുടി, വേമ്പനാട്, ദെൻ ശാസ്താംകോട്ട ലേക്കുകൾ. അതിനുശേഷം തമിഴ്നാട് റീജിയനിലേക്ക് പോയപ്പോൾ ആന്ധ്രാപ്രദേശിനോട് ബോർഡർ ചെയ്തുകൊണ്ട് പുലിക്കട്ട് ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്ക് കിടക്കുന്നു. ഓക്കെ ആണോ? പുലിക്കട്ട് ലേക്ക്, ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡറിൽ. അതിന് മുകളിലായിട്ട് ആന്ധ്രാപ്രദേശിൽ തന്നെ കൊല്ലേരു ലേക്ക് കിടപ്പുണ്ട്. എന്താണ്? കൊല്ലേരു ലേക്ക്. ദെൻ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഒഡീഷയുടെ ഭാഗത്ത് ഏതാണ്? ചിൽക്ക ലേക്ക്. ഏതാണ്? ചിൽക്ക ലേക്ക്. ദെൻ അതിന് മുകളിലായിട്ട് മണിപ്പൂരിന്റെ ഭാഗത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ലോക്തക് തടാകം അല്ലെങ്കിൽ ലോക്തക് ലേക്ക് ഞാൻ കാണുവാനായിട്ട് ഇടയായി. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ, സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മൈൻഡ് മാപ്പ് സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നാളെ രാവിലെ ആകുമ്പോൾ എന്തായാലും മറന്നു പോകും. സാങ്പോങ്പോ ആണോ പോങ്കാങ്സോ എന്നൊക്കെയാണോ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ എന്തായാലും മറന്നു പോകും. നാളെ രാവിലെ വീണ്ടും ഒന്ന് എടുത്ത് നോക്കുക, മൈൻഡ് മാപ്പ് ഒന്ന് വരച്ച് നോക്കുക. രാവിലെ ചായ കുടിക്കുന്നതിന് മുന്നേ ഒരു മൈൻഡ് മാപ്പ് വരയ്ക്കുക. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ വീണ്ടും മറന്നു പോകും. വൈകുന്നേരം വീണ്ടും ഒരു മൈൻഡ് മാപ്പ് വരയ്ക്കുക. അങ്ങനെ സെറ്റ് ആവുകയുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ. അതായത് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള ഒരു പൈപ്പ് ലൈനാണ്. നാച്ചുറൽ ഗ്യാസുകൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു പൈപ്പ് ലൈനാണ്.
റഷ്യ യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ഈ പൈപ്പ് ലൈൻ തകർക്കാനായിട്ട് യുക്രൈൻകാർ ഇടക്ക് പോയിട്ട് അവിടെ ബോംബിട്ടു. ഓക്കെ, സോ കടലിനടിയിലൂടെ ബാൾട്ടിക് സീ നമ്മൾ കാണും, ബാൾട്ടിക് സീ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ബാൾട്ടിക് സീയിൽ അടിയിൽ കൂടെ ജർമ്മനിയിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ ആണ് എന്ത്, നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ. രണ്ട് പൈപ്പ് ലൈനുകൾ ഉണ്ട്. ഓക്കെ, റഷ്യയുടെ രണ്ട് ഭാഗത്ത് നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന രണ്ട് പൈപ്പ് ലൈനുകൾ ഉണ്ട്, നോർഡ് സ്ട്രീം 1, നോർഡ് സ്ട്രീം 2. ഓക്കെ, സോ ഈ പൈപ്പ് ലൈനെ എന്ത് ചെയ്യും, നാച്ചുറൽ ഗ്യാസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ പൈപ്പ് ലൈനെ ഈ യുക്രൈൻകാർ പോയിട്ട് ഇടക്കിടക്ക് പോയിട്ട് ബോംബിടും, നശിപ്പിക്കും, മറ്റേ കമ്പിപ്പാര വെച്ചിട്ട് കുത്തി തുറക്കാനായിട്ട് നോക്കും. അങ്ങനെ നോക്കൊന്നുമില്ല, ഞാനൊരു ആവേശത്തിന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഇവന്മാർ ഇതിനെ ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, സോ അത് കാരണം ഇടക്കിടക്ക് ന്യൂസിൽ വരുന്ന ഒരു സെഷനാണ് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാപ്പ് നോക്കിയേ, മാപ്പില് ഇവിടെ ഒരു യെല്ലോ ലൈൻ കണ്ടോ, യെല്ലോ അല്ല ഗ്രീൻ ലൈൻ കണ്ടോ, ഈ ഗ്രീൻ ലൈൻ ആണ് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ പോകുന്ന വഴി. സോ ഈ സീ ഏതാണ്, ബാൾട്ടിക് സീ. ഓക്കെ, സോ ബാൾട്ടിക് സീനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബാൾട്ടിക് കടലിടുക്ക് അല്ലെങ്കിൽ ബാൾട്ടിക് സീ കടലിലൂടെയാണ് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ പോകുന്നത്. ഇത് റഷ്യയാണോ, ഇത് റഷ്യയാണ്, റഷ്യയാണോ എന്നല്ല റഷ്യയാണ്. റഷ്യയുടെ ഈസ്റ്റേൺ സൈഡിൽ നിന്ന് അല്ലെ, റഷ്യയുടെ ഈസ്റ്റേൺ സൈഡിൽ നിന്ന് ജർമ്മനിയുടെ വെസ്റ്റേൺ സൈഡിലേക്ക് രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് ഉസ്ത് ലുഗ എന്ന് പറയും, വൈബോർഗ് എന്ന് പറയും. സോ വൈബോർഗ് ആൻഡ് ഉസ്ത് ലുഗ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, അവിടെ നമ്മൾ ഒരു ലേക്കിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞാലോ, പാങ്കോങ് സോ അല്ലെ. സോ ഇങ്ങനെ പുതിയൊരു പേര് വരുമ്പോൾ നമ്മൾ അത് ഓർക്കണം, അപ്പോഴാണ് നമ്മളത് നമ്മുടെ മൈൻഡ് ഇടക്കിടക്ക് ഓർക്കുള്ളൂ. ഓക്കെ, പാങ്കോങ് സോ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് വൈബോർഗിൽ നിന്നും ഉസ്ത് ലുഗ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ നിന്നും എന്ത് വരുന്നു, രണ്ട് പൈപ്പ് ലൈനുകൾ എങ്ങടേക്ക് പോകുന്നു, ജർമ്മനിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോകുന്നതിന് ഈ ലോകരാജ്യങ്ങൾക്ക് എന്താണ് പ്രശ്നം, നല്ലതല്ലേ, പൈപ്പ് ലൈൻ പോകുന്നു, നാച്ചുറൽ ഗ്യാസ് പോകുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ പ്രശ്നമുണ്ട്. സോ ഇവിടെ സ്വീഡനും ബാക്കിയുള്ള രാജ്യങ്ങളും എന്ത് പറഞ്ഞു, ഞങ്ങൾ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ. സോ ഇവര് ഇറ്റ്സ് ഓക്കെ അല്ല. കാരണം എന്താ, ഈ ബാൾട്ടിക് സീ എന്ന് പറയുന്നത് നമ്മളുടെ റഷ്യയുടെയും ജർമ്മനിയുടെയും അമ്മാവന്റെ വകയൊന്നും അല്ല. ബാക്കിയുള്ള രാജ്യങ്ങൾക്കും അവരുടെ ടെറിറ്റോറിയൽ സീ ആയിട്ടും അവരുടെ പരീക്ഷണങ്ങളും അവരുടെ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയാണ് ബാൾട്ടിക് സീ എന്ന് പറയുന്നത്. ഏത് നിയമം ഓർക്കുന്നുണ്ടോ, UNCLOS, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ്. സോ അങ്ങനെ ഒരു നിയമത്തിൽ പറയുന്നത് എന്താണ്, എല്ലാ രാജ്യങ്ങൾക്കും അവരവർക്ക് കൃത്യമായിട്ട് ടെറിറ്റോറിയൽ സീ ഉണ്ട്, ദെൻ ഇത്ര നോട്ടിക്കൽ മൈൽ കഴിയുമ്പോൾ ഡീപ് സീ ആണ്, അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്ത്, ഈ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ്. സോ ഇതിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട്, ഈ ബാൾട്ടിക് സീയില് അവകാശമുണ്ട്, ടെറിറ്റോറിയൽ അധികാരങ്ങളുണ്ട്. സോ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള സാധ്യതയില്ലേ, ഉണ്ട്. പെർട്ടിക്കുലർലി നമ്മുടെ ഉക്രൈൻ ഇവിടെ കിടക്കുന്നുണ്ട്. എവിടെയാണ് ഉക്രൈൻ കിടക്കുന്നത്, ഉക്രൈൻ ഈ ഭാഗങ്ങളിലായിട്ട്, ലിത്വാനിയയുടെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഉക്രൈൻ കിടപ്പുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്വീഡന്റെ മാപ്പ് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. സോ അതിന്റെ അവിടെ ആയിട്ട് ഒരു യുക്രൈൻ കിടപ്പുണ്ട്, നമ്മൾ കാണും മാപ്പ്, ഞാൻ ഇപ്പുറത്ത് വേറെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ യുക്രൈൻ ഉണ്ട്. സോ യുക്രൈൻ എന്ത് ചെയ്യും, ഉക്രൈൻ അവിടെ പോയിട്ട് ഇടക്കിടക്ക് ബോംബിടും, ദെൻ കമ്പിപ്പാര കൊന്ന് കുത്തി തുറക്കാനായിട്ട് ശ്രമിക്കും, അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യും. സോ വാട്ട് ഈസ് നോർഡ് സ്ട്രീം കൃത്യമായല്ലോ, റഷ്യയിൽ നിന്ന് നമ്മളുടെ ജർമ്മനിയിലേക്ക് പോകുന്ന രണ്ട് പൈപ്പ് ലൈനുകളാണ്, നോർഡ് സ്ട്രീം 1 ആൻഡ് നോർഡ് സ്ട്രീം 2. എവിടെയാണ് പൊസിഷൻ എന്ന് പറഞ്ഞേ, വൈബോർഗ് ആൻഡ് ഉസ്ത് ലുഗ. ഓക്കെ, സോ ഇവിടെ ഈ പൈപ്പ് ലൈൻ പോകുന്നതിനോട് ചേർന്നിട്ട് ഒരു പ്രദേശമുണ്ട്, ബോൺഹോം എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഓക്കെ, ബോൺഹോം എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ആരുടെയാണ് ഐലൻഡ്, ഡെൻമാർക്കിന്റെയാണ് ഐലൻഡ്. ഓക്കെ, സോ നമ്മൾ ബാൾട്ടിക് സീനെ ഒന്ന് കണ്ടു, ബാൾട്ടിക് സീ എവിടെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി. ദെൻ റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ. ഓക്കെ, ജർമ്മനിയിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ. ദെൻ അതിനോട് അടുത്ത് ചേർന്നിട്ട് ഒരു ഐലൻഡ് ഉണ്ട്, ബോൺഹോം ഐലൻഡ്. അപ്പോ UPSCക്ക് ചോദിച്ചുകൂടെ, ബോൺഹോം ഐലൻഡ് ഈസ് in which is recently seen in news is related to South China Sea. Option A, South China Sea, Indian Ocean region, then വേറെ എന്താണ്, ബാൾട്ടിക് സീ റീജിയൻ, മെഡിറ്ററേനിയൻ സീ റീജിയൻ.
അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബോൺഹോം ഐലൻഡുകൾ എന്ന് പറഞ്ഞ പേര് കേട്ടിട്ട് UPSC എടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ വിചാരിക്കും നമ്മൾ ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കും, ജോഗ്രഫിയുടെ വേൾഡ് മാപ്പ് ഒക്കെ എടുത്ത് നമ്മൾ നോക്കിയിട്ട് പറയും ഇതൊന്നും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, UPSC നമുക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ല, ബേസിക് ആയിട്ട് പത്രങ്ങളിൽ വന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ ബോൺഹോം എന്ന് പറയുന്ന ഒരു ഐലൻഡിനെ നമ്മൾ പരിചയപ്പെട്ടു. ദെൻ 2 പ്രദേശങ്ങൾ വൈബോർഗ് ആൻഡ് ഉസ്റ്റ് ലുഗ ജർമ്മനിയിലേക്ക് പോകുന്നു. ഓക്കെ, സോ ബോൺഹോം എന്ന് പറയുന്ന ഐലൻഡിനെ കൂട്ടി നമ്മൾ പരിചയപ്പെട്ടു. എന്താണ് ഈ കണക്ഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർട്ടിക്കുലർലി ഈ കണക്ഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസുകൾ കൊടുക്കുക, വാങ്ങുക എന്നുള്ളതാണ് ഈ ഒരു പൈപ്പ് ലൈനിന്റെ ഉദ്ദേശം. സോ യൂറോപ്പിന്റെ നാച്ചുറൽ ഗ്യാസിലുള്ള ഡിപ്പെൻഡൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്, റഷ്യയുമായിട്ട് കൂടുതൽ കരുത്ത് ആർജിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രീമിന്റെ ഉദ്ദേശം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ദെൻ എനിക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാൾട്ടിക് സീ സമൂഹത്തിലുള്ള കൺട്രീസിനെ നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളെ പഠിച്ചു. എവിടം വരെ പഠിച്ചു? ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് വരെ പഠിച്ചു, ഇല്ലേ? പഠിച്ചത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർക്കണം. ദെൻ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? ബാൾട്ടിക് സീയിലെ എന്ത് രാജ്യങ്ങളെ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന അടുത്ത രാജ്യങ്ങളാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസ് മുകളിലുണ്ട്. അതിന്റെ പേര് തന്നെ നോർഡിക് സ്ട്രീം എന്നാണ്. ഓക്കെ, സോ ബാൾട്ടിക് സീ എവിടെയാ കിടക്കുന്നത്? നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു. ഇന്ത്യ ഇവിടെ കിടക്കുന്നു. ഇന്ത്യ ഇവിടെ കിടക്കുന്നു. ഇന്ത്യക്ക് മുകളിലായിട്ട് റഷ്യ, നമുക്ക് അടുത്തറിയാൻ പറ്റുന്ന, എല്ലാവർക്കും അറിയുന്ന ഒരു രാജ്യമാണ് എന്ത്? റഷ്യ. സോ റഷ്യയുടെ അടുത്താണ്. സോ വിച്ച് ഓഷ്യനോട് ചേർന്നുകൊണ്ടാണ്, ഏത് ഓഷ്യനോട് ചേർന്നുകൊണ്ടാണ് ബാൾട്ടിക് സീ കിടക്കുന്നത്? അറ്റ്ലാന്റിക് ഓഷ്യനോട് ചേർന്നുകൊണ്ടാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ബാൾട്ടിക് സീ കിടക്കുന്നത്. ഓക്കെ, സോ ബാൾട്ടിക് സീ എവിടെയാണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ ആണല്ലോ ബാൾട്ടിക് സീയുടെ ലൊക്കേഷൻ? സോ മുകളിലാണ് ബാൾട്ടിക് സീ. ദെൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെ പഠിക്കാൻ പോവുകയാണ്. ബാൾട്ടിക് സീയിലെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളെ പഠിക്കാൻ പോവുകയാണ്. ഇതിൽ ചില രാജ്യങ്ങളെ നമുക്കറിയാം. സോ മുകളിൽ നിന്നും നമ്മൾ തുടങ്ങുന്നു. മുകളില് നോർവേ ഉണ്ട്. എന്തുണ്ട്? നോർവേ ഉണ്ട്. ദെൻ സ്വീഡൻ ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്. സോ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഹാപ്പിനെസ് ഇൻഡെക്സിൽ ആദ്യം വരുന്ന രാജ്യം ഏതാണ്? നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. മല്ലൂസ് ഇൻ ഫിൻലാൻഡ് യൂട്യൂബിൽ ചാനൽ കാണാറുണ്ടോ? അടക്ക് മറ്റേ ആ പുള്ളിക്കാരി ഇപ്പോ എന്ത് ക്രിയേറ്റ് ചെയ്തു? മറ്റേ വാൻ ക്രിയേറ്റ് ചെയ്തു, ഓർക്കുന്നുണ്ടോ? മല്ലൂസ് ഇൻ ഫിൻലാൻഡ്. സോ മലയാളികളുള്ള സ്ഥലമാണ്. സോ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്. മറ്റേ എന്ത് വാനാണ് അവർ ക്രിയേറ്റ് ചെയ്ത് യാത്ര പോകാനായിട്ട്? ട്രക്ക് ലൈഫ് എന്നൊക്കെ പറയുന്ന വാൻ ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്തു. സോ ഓർത്തപ്പോ പറഞ്ഞു എന്നുള്ളൂ. സോ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് മുകളില്. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്. ദെൻ ഇപ്പുറത്ത് ആരുണ്ട്? നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിന്റെ ഉപജ്ഞാതാവ് ആരാണ്? റഷ്യയുണ്ട്. ഓക്കെ, സോ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്. ദെൻ റഷ്യയുണ്ട്. റഷ്യ 1991 മുന്നേ വരെ എന്തായിരുന്നു? USSR ആയിരുന്നു. എന്തായിരുന്നു? USSR ആയിരുന്നു. റഷ്യയിൽ നിന്ന് വിഭജിച്ചു പോയ ചില ചെറിയ കൺട്രീസ് കൂടി ഇവിടെയുണ്ട്. ഓക്കെ, ചില ചെറിയ കൺട്രീസ് കൂടി ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്? മുകളില് എസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. അതിനു താഴെയായിട്ട് ലാത്വിയ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. ഏതാണ്? എസ്റ്റോണിയ, ലാത്വിയ. ദെൻ അതിന് താഴെ ആരുണ്ട്? ലിത്വാനിയ. ഏതാണ്? ലിത്വാനിയ. ലിത്വാനിയ താഴെയാണ്, ലാത്വിയ മുകളിലാണ്. ചേച്ചിയും അനിയത്തിയുമായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, ലാത്വിയ ആൻഡ് ലിത്വാനിയ. ദെൻ ഇവിടെ പേരെഴുതാത്തൊരു കൺട്രി ഉണ്ടോ? ഉണ്ട്. ആ കൺട്രി എന്താണ്? അത് റഷ്യയുടെ പാർട്ട് തന്നെയാണ്. ഓക്കെ, സോ റഷ്യയുടെ പാർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ എളുപ്പമായില്ല. അവിടെ പുതിയൊരു കൺട്രിയുടെ പേര് നമ്മൾ പഠിച്ചില്ലല്ലോ. റഷ്യയുടെ പാർട്ട് തന്നെയാണ്. ദെൻ പോളണ്ട് ഉണ്ട്. ആരാണ്? പോളണ്ട് ഉണ്ട്. ദെൻ ഓഫ് കോഴ്സ് ജർമ്മനി ഉണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് ജർമ്മനി ഉണ്ടാവും. കാരണം നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ പോകുന്നത് ബാൾട്ടിക് സീയിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ജർമ്മനി എന്തായാലും ഉണ്ടാവും. ദെൻ വേറൊരാൾ കൂടി ഉണ്ട്, ഡെൻമാർക്ക്. ഓക്കെ,
ഡെൻമാർക്ക്. ആ ഐലൻഡിന്റെ പേരെന്താണ്? ബോൺ ഹോം ഐലൻഡ്. എന്ത് ഐലൻഡ്? ബോൺ ഹോം ഐലൻഡ്. ഓക്കെ, ബോൺ ഹോം ഐലൻഡ്. ഡെൻമാർക്കിന്റെ ബോൺ ഹോം ഐലൻഡിലാണ്. അവിടെ ഒരു ഗ്യാസ് ലീക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി പേര് പഠിക്കാലോ. മുകളിൽ നിന്ന് തുടങ്ങിക്കോ, മൈൻഡ് മാപ്പ് വരച്ചോ. ബാൾട്ടിക് സീ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടു. മുകളിൽ ആരൊക്കെയുണ്ട്? നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, സ്കാൻഡിനേവിയൻ കൺട്രീസിനെ ഞാൻ കണ്ടു. ദെൻ ഇപ്പുറത്ത് ആരുണ്ട്? ഇപ്പുറത്ത് റഷ്യ മൊത്തമായിട്ടുണ്ട്. ദെൻ റഷ്യയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ചില കൺട്രീസ് അവിടെ കുഞ്ഞു കുഞ്ഞു കൺട്രീസ് ആയിട്ട് കിടപ്പുണ്ട്. അതിനെ ഒന്ന് രണ്ടെണ്ണത്തിന് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? എസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. ദെൻ അതിന് താഴെയുണ്ട് ലാത്വിയ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. ലിത്വാനിയ എന്ന് പറയുന്ന കൺട്രി, ചേച്ചിയും അനിയത്തിയും ഉണ്ട്. ലാത്വിയ ആൻഡ് ലിത്വാനിയ എന്ന് പറയുന്ന കൺട്രി. ദെൻ റഷ്യയുടെ ഒരു കുഞ്ഞി പാട്ട് കൂടിയിട്ട് അതിന്റെ അടുത്ത് കിടപ്പുണ്ട്. ഓക്കെ, റഷ്യയുടെ ഒരു കുഞ്ഞി പാട്ട് കൂടിയിട്ട് അതിന്റെ അടുത്ത് കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ആരുണ്ട്? പോളണ്ട് ഉണ്ട്. സോ നമ്മൾ ക്ലോക്ക് വൈസിലാണ് കറങ്ങി പോന്നേ. പോളണ്ട് ഉണ്ട്. ദെൻ വേറെ ആരുണ്ട്? പോളണ്ട് കഴിഞ്ഞാൽ ജർമ്മനി ഉണ്ട്. ജർമ്മനി കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല. ബാൾട്ടിക് സീനെ അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബ്രിഡ്ജ് എന്ന പോലെ അല്ലെങ്കിൽ ഒരു ഹിൻഡ്രൻസ് എന്ന പോലെ കിടക്കുന്ന ഒരു കൺട്രി ഉണ്ട്. ആരാണ്? ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രി. ഓക്കെ, സോ ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു കൺട്രി കൂടി അവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ ജർമ്മനിയും നോർവേക്കും അടുത്തടുത്തായിട്ട് കിടക്കുന്ന കൺട്രിയാണ്. സോ നമ്മൾ ഇങ്ങനെ ഒന്ന് സർക്കിൾ ചെയ്തിട്ട് എന്ത് പഠിച്ചു? നമ്മൾ ബാൾട്ടിക് സീനെ കുറിച്ചിട്ട് പഠിച്ചു. കോൺഫിഡന്റ് ആയോ? സോ ഇതിൽ ഓർഡറിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ജർമ്മനി, ലാത്വിയ, ലിത്വാനിയ, പോളണ്ട്, റഷ്യ, സ്വീഡൻ ആൻഡ് അതർ ആൻഡ് ദ നോർത്ത് ആൻഡ് സെൻട്രൽ യൂറോപ്യൻ പ്ലെയിൻ. ഓക്കെ, സോ ഇതാണ് മാപ്പ്. ഒന്നും കൂടി നമ്മൾ നോക്കുന്നു. മുകളിൽ നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലൻഡ്, മല്ലൂസ് ഇൻ ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലൻഡ്. ദെൻ റഷ്യ. റഷ്യയിൽ നിന്ന് വിഭജിച്ച് പോയിട്ടുള്ള 1-2 കൺട്രീസ് ഉണ്ട്. അതിൽ 3 കൺട്രീസിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? എസ്വാനിയ, ദെൻ എസ്തോണിയ, ലാത്വിയ, ചേച്ചിയും അനിയത്തിയും, ലാത്വിയയും ലിത്വാനിയയും. ദെൻ പോളണ്ട് ഉണ്ട്. ഇല്ലേ? പോളണ്ട് ഇല്ലേ? പോളണ്ട് ഉണ്ട്. ദെൻ പോളണ്ടിന് താഴെയായിട്ട് ആരുണ്ട്? ഒരു കുഞ്ഞൻ സ്ഥലമുണ്ട്. പോളണ്ടിന് മുന്നേ ആയിട്ട് റഷ്യയുടെ തന്നെ ഒരു കുഞ്ഞൻ സ്ഥലം. ദേ ഇവിടെ നോക്കിയേ, റഷ്യയുടെ തന്നെ ഒരു കുഞ്ഞൻ സ്ഥലമുണ്ട്. പോളണ്ടിന് ശേഷം ജർമ്മനി, ജർമ്മനിക്ക് ശേഷം ആരാണ്? ഡെൻമാർക്ക്. ഓക്കെ, സോ ഒരു ചോദ്യം ചോദിച്ചൂടെ? യുക്രൈന് ബാൾട്ടിക് സീയിലേക്ക് പ്രവേശനമുണ്ടോ? അല്ലെങ്കിൽ ബാൾട്ടിക് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടോ? ജിയോഗ്രഫിക്കൽ അതിർത്തി പങ്കിടുന്നുണ്ടോ? യുക്രൈൻ എവിടെയാ കിടക്കുന്നത്? യുക്രൈൻ ഇവിടെയാ കിടക്കുന്നത്. ഇവിടുന്ന് കരമാർഗം വേണം ഇവര് പോയിട്ട് നോർഡ് സ്ട്രീം അറ്റാക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നോർഡ് സ്ട്രീം, യുക്രൈൻ, റഷ്യ. സോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ചോദിച്ചൂടെ? യുക്രൈൻ ഹാസ് സീ ബോർഡേഴ്സ് വിത്ത് ബാൾട്ടിക് സീ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. നമ്മുടെ മൈൻഡ് മാപ്പിൽ വന്നം നോർവേ, ഫിൻലൻഡ്, സ്വീഡൻ, റഷ്യ. ദെൻ റഷ്യയുടെ 3 ചെറിയ രാജ്യങ്ങൾ, എസ്റ്റോണിയ, ലാത്വിയ. റഷ്യയിൽ നിന്ന് പിന്മാറിപ്പോയ അല്ലെങ്കിൽ പിരിഞ്ഞു പോയ 3 ചെറിയ രാജ്യങ്ങൾ, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, പോളണ്ട്, ദെൻ ജർമ്മനി, ദെൻ ഡെൻമാർക്ക്. സോ ഇങ്ങനെയാണ് മൈൻഡ് മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വേൾഡ് ജോഗ്രഫിക് പ്ലേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ന്യൂസുകൾ വരട്ടെ. അപ്പൊ നമുക്ക് യുക്രൈന് ചുറ്റുമുള്ള കൺട്രീസിനെ കുറിച്ചിട്ടും അവിടെ ബ്ലാക്ക് സീ ഉണ്ട്, സീ ഓഫ് അസോവ് ഉണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇന്ന് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. നാളെ രാവിലെ ആകുമ്പോൾ മറന്നു പോകും. നാളെ രാവിലെ ആകുമ്പോൾ വീണ്ടും ഒന്നെടുത്ത് മൈൻഡ് മാപ്പുകൾ എഴുതി വെക്കുക. ഓക്കെ, സോ നോർഡ് സ്ട്രീം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ദെൻ മൈൻഡ് മാപ്പ് വരയ്ക്കാൻ പഠിച്ചല്ലോ. മൈൻഡ് മാപ്പ് വരയ്ക്കാൻ പഠിച്ചു. ദെൻ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ? നെക്സ്റ്റ് ആർട്ടിക്കിൾ പാർലമെന്ററി ഡിസ്റപ്ഷൻസ് ഇൻ ഇന്ത്യ, ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്. അതായത് പാർലമെന്റ് തടസ്സപ്പെടുന്നത് സ്ഥിരമായിട്ടുള്ള സംഭവമാവുകയാണ്. നമ്മളുടെ PRS ലെജിസ്ലേറ്റീവ് അടക്കമുള്ള സംഘടനകൾ എന്താണ് ഇതിനെതിരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് 60% സമയവും ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുകയാണ് പാർലമെന്റിന്റെ. സോ 16ാം ലോകസഭ നോക്കുകയാണെങ്കിലും 15ാം ലോകസഭ നോക്കുകയാണെങ്കിലും ഏകദേശം 40 മുതൽ 60% പാർലമെന്റിന്റെ സമയവും എന്ത് ചെയ്യുകയാണ്? ഡിസ്റപ്റ്റ് ചെയ്യുകയാണ്. പാർലമെന്റിൽ ഒരു ബില്ല് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴേക്കും പ്രതിപക്ഷാംഗങ്ങൾ ബഹളം ഉണ്ടാക്കും. പ്രതിപക്ഷാംഗങ്ങൾ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പീക്കർ എന്ത് വിളിക്കും? അഡ്ജേൺമെന്റ് വിളിക്കും. ഓക്കെ, അഡ്ജേൺമെന്റ് വിളിക്കും. എങ്ങനെയാണ് അഡ്ജേൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഭ പിരിഞ്ഞിരിക്കുന്നു. ഓക്കെ, സഭ പിരിഞ്ഞിരിക്കുന്നു. എത്ര?
എത്ര നേരത്തേക്ക്, അത് എത്ര നേരത്തേക്ക് വേണമെങ്കിലും പിരിയാം. ചിലപ്പോ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷനുകളെല്ലാം പിരിഞ്ഞിരിക്കുന്നു, നാളെ വീണ്ടും സഭ കൂടും എന്ന് പറയും. അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് പിരിയാം സഭ, ഈ തടസ്സങ്ങളൊന്ന് ശാന്തമാകുന്നത് വരെ പിരിയാം. ഇതെല്ലാം എന്താ സംഭവിക്കുന്നേ? ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ ജനങ്ങളുടെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒരു മിനിറ്റ് പാർലമെന്റ് പ്രവർത്തിക്കണമെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപ വേണം. ഒരു മിനിറ്റ് പാർലമെന്റ് പ്രവർത്തിക്കണമെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപ വേണം. ദെൻ പാർലമെന്റിൽ ലൈറ്റുകൾ ഓൺ ആക്കണം, സെക്യൂരിറ്റീസ് വേണം, ദെൻ പാചകക്കാർ വേണം. അവിടെ പാർലമെന്റിന് പ്രത്യേകം ക്യാൻറ്റീൻ ഉണ്ട്, 5 രൂപയ്ക്ക് ഭക്ഷണം കിട്ടും. അവിടെയൊക്കെ MP MLA മാർക്ക് എല്ലാവർക്കും 5 രൂപയ്ക്ക് ഭക്ഷണം കിട്ടും. സോ ഇതെല്ലാം നടത്തി കൊണ്ടുപോകണമെങ്കിൽ വലിയ ചെലവാണ്. സോ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഡിസ്റപ്ഷൻസ് മാത്രമായി കഴിഞ്ഞാൽ ശരിയാകില്ല. ഓക്കെ ആണോ? സോ പല സംഘടനകളും അറൌണ്ട് 73%, 88% ഒക്കെയാണ് ഡിസ്റപ്ഷൻ റേറ്റുകൾ വരുന്നത്. ഓക്കെ, ദെൻ ആവറേജ് ഒരു 60% ഡിസ്റപ്ഷൻ റേറ്റ് കഴിഞ്ഞ 14, 15, 16 ലോകസഭകളായിട്ട്, അതായത് 16, 14, 15, 16, 17 ലോകസഭകളിലായിട്ട് എന്തുണ്ട്? 60% ഡിസ്റപ്ഷൻസ് റേറ്റ്. PRS ലെജിസ്ലേറ്റീവിന്റെ കണക്കാണ്. സോ അത് ഒരു ഹ്യൂജ് പ്രോബ്ലമാണ്. എന്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ, നമുക്ക് സമരം ചെയ്യാനായിട്ടുള്ള അധികാരം എന്താണ്? നമുക്ക് മൗലികാവകാശമൊന്നുമല്ല, നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് പിക്കറ്റ് ചെയ്യാനായിട്ടും പീസ്ഫുൾ ആയിട്ട് പ്രതികരിക്കാനായിട്ടുള്ള അധികാരം ആർട്ടിക്കിൾ 19 നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ എന്നാൽ നിങ്ങളുടെ സഭാ നടപടികൾ നിർത്തിവെച്ച് അല്ലെങ്കിൽ സഭാ നടപടികളെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് നമ്മൾ പോകരുത്. മാക്സിമം ഫ്ലോറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. VD സതീശൻ, നമ്മളുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു സ്പീച്ച് ഉണ്ട്. അതിൽ അദ്ദേഹം ഊന്നിയ ഒരു കാര്യമാണ്, ഞങ്ങൾ മാക്സിമം ഫ്ലോറിനെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോവുക സഭ. അല്ലാണ്ട് വാക്കൗട്ട് പ്രസംഗങ്ങൾ, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഇവര് പറയുന്നത്. ഓക്കെ, സോ എന്താ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ്? ഡിബേറ്റ് ടൈം റെഡ്യൂസ് ചെയ്യുന്നു, അതായത് നമുക്ക് ഡിബേറ്റ് ചെയ്യാനായിട്ട് ടൈം കുറവാണ്. ദെൻ ലോവർ പബ്ലിക് ട്രസ്റ്റ് കുറയും. ഹാസ്റ്റി ഡിസിഷൻസ്, പോക്കറ്റിൽ നിന്നൊരു ബില്ല് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ചർച്ചകളൊന്നുമില്ലാതെ പാസ്സാക്കിയിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, സോ നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട് നമ്മളുടെ ഇതില്. ദെൻ എന്താണ് പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റി ഇതിനെതിരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റി ഇതിനെതിരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. സോ പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യം എന്താണ്? ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ഓഫ് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ്. അതായത് മിനിമം 5 ദിവസത്തേക്കെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് സഭയെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ സസ്പെൻഡ് ചെയ്ത് കളയണം, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്ത് കളയണം. സസ്പെൻഡ് ചെയ്ത് കളയാനായിട്ടുള്ള അധികാരം ആർക്കാണ്? ഒന്ന് സ്പീക്കർ ഓഫ് ദ രാജ്യസഭ അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. ഓക്കെ, ഇങ്ങനെയുള്ള 2 പേർക്കുമാണ് ഇത് സസ്പെൻഡ് ചെയ്ത് കളയാനായിട്ടുള്ള അധികാരം. ദെൻ സെക്കൻഡ് ARC റിപ്പോർട്ടുകൾ. സോ നിങ്ങൾ ഇങ്ങനെ ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം എന്ത് പറയും? പ്രിവിലേജ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനുകൾ ഉണ്ട്. നിങ്ങൾ ആദ്യം ആൻസർ എഴുതുമ്പോൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എഴുതും? ആദ്യം ആൻസർ ചെയ്യുമ്പോൾ PRS ലെജിസ്ലേറ്റീവ് പറഞ്ഞിട്ടുണ്ട് 60% സഭയുടെ ടൈമും പോവുകയാണ്. ദെൻ 1 മിനിറ്റ് പ്രവർത്തിക്കാൻ 2 ലക്ഷം രൂപ അടുത്ത് സഭയ്ക്ക് വേണം. സോ ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു വ്യൂ പോയിന്റ് കൂടി കാണണം. സമരം ചെയ്യാനായിട്ടുള്ള അധികാരങ്ങൾ ആരുടെ അധികാരങ്ങളാണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതും നമ്മൾ കണക്കാക്കണം. ദെൻ ആസ് എ സിവിൽ സർവന്റ് നിങ്ങൾ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാ സൊല്യൂഷൻസ് പറയാൻ? നമ്മൾ ആരുമല്ല, നമ്മളൊരു സാധാരണക്കാരൻ, ഞാനൊരു സാധാരണക്കാരൻ. സോ നമ്മൾ ആരെ പിന്താങ്ങിയിട്ട് അല്ലെങ്കിൽ മുൻ വലിയ ആളുകളുടെ സെക്കൻഡ് ARC റിപ്പോർട്ടുകൾ പോലെയുള്ള എക്സാമ്പിളുകളിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ നമ്മളുടെ ആൻസറിൽ കോട്ട് ചെയ്യും, നമ്മളുടെ സജഷൻ ആയിട്ട് നമ്മൾ ആൻസറിൽ കോട്ട് ചെയ്യും. സോ നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിനെ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് ARC കമ്മിറ്റി എത്തിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്തിക്സ് ഇൻ ഗവർണൻസ്. പാർലമെന്റിലെ മെമ്പേഴ്സ് പാലിക്കേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്റ്റുകളുണ്ട്, കോഡ് ഓഫ് എത്തിക്സുകളുണ്ട്. ഇതെല്ലാം പാലിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകണം.
ദെൻ പാർലമെന്റിന്റെ ഫ്ലോർ യൂസ് ചെയ്യണം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ പാർലമെന്റ് ഫ്ലോർ ടു ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ ആൻഡ് ഡിസെൻസ് ഓൾസോ. ഓക്കെ, സോ പാർലമെന്റിന്റെ ഫ്ലോർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ദെൻ വേറെ എന്താണ്? സ്ട്രിക്റ്റ് പെനാലിറ്റീസ് കൊടുക്കുക, സ്ട്രിക്റ്റ് കോഡ് ഓഫ് കണ്ടക്ട് എലിജിബിൾ ചെയ്യുക, ഡിസിപ്ലിനറി മെക്കാനിസംസ് യൂട്ടിലൈസ് ചെയ്യുക, ദെൻ ഒരു മോറൽ ഇംപ്ലിക്കേഷൻസ് കൊണ്ടുവരിക. കമ്മിറ്റിയുടെ റോള് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ റിമോട്ട് ആയിട്ടും ആളുകൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് പാർലമെന്റ് സഭ നിർത്തിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സൂം ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് കയറിക്കോ, നമുക്ക് അവിടെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇത് പാസ്സാക്കാം എന്ന് പറയാനുള്ള രീതിയിലേക്ക് നമ്മളുടെ സിസ്റ്റം ട്രാൻസ്പെറന്റ് ആയിട്ട് മാറണം. ദെൻ ടെക്നോളജി അഡോപ്ഷൻ. കേരള നിയമസഭയിൽ ഒരു ടെക്നോളജി അഡോപ്ഷൻ നടത്തി. അതായത് പ്രതിപക്ഷാംഗങ്ങൾ, അതായത് മന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അങ്ങോട്ട് തിരിയുകയുമില്ല, ശബ്ദം കേൾക്കുകയുമില്ല. ഓക്കെ, സോ ജനങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. പിന്നെ എന്തിനാണ് അവന്മാര് സമരം ചെയ്യുന്നത്? സോ അവന്മാര് മിണ്ടാതിരിക്കും എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ടെക്നോളജിക്കൽ അഡോപ്ഷൻ. അത് നല്ല കാര്യമല്ല. കാരണം സമരങ്ങൾ കൃത്യമായിട്ട് കണ്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? സമരങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ഫാസിസം വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ അത് അത്ര നല്ല തീരുമാനമൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. സോ എന്നാലും അതൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. ദെൻ നമുക്ക് ടെക്നോളജിയുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? വിർച്വൽ സെഷൻസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ടെക്നോളജിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു ഡിസ്റപ്ഷൻസ് ഇൻ പാർലമെന്റ്. ഞാനൊരു ഡാറ്റ പറഞ്ഞു, PRS ലെജിസ്ലേറ്റീവിന്റെ ഡാറ്റ. അതൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ് ഇന്ത്യയിൽ. ഓക്കെ, സോ അവരുടെ ഡാറ്റ എന്താണ്? 60% പാർലമെന്റ് സെഷൻസും എന്ത് ചെയ്യപ്പെടുകയാണ്? ഡിസ്റപ്റ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് 4th ആർട്ടിക്കിളിലേക്ക് പോകാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ന്യൂസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ദ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ. അതായത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിനെ കുറിച്ചിട്ട് ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു ബില്ല് സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദെൻ എല്ലാ ആളുകളോടും ഇതിനെ സപ്പോർട്ട് ചെയ്യണം, പാർട്ടി അതീതമായിട്ട് എല്ലാ ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് പ്രകാരം ഓൺലൈൻ ഗെയിമുകൾ, അതായത് പണം യൂസ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകളെല്ലാം നിരോധിക്കുകയാണ്. ഓക്കെ, സോ റിയൽ മണി ഗെയിം, ഫോർ എക്സാമ്പിൾ ഏതാണ്? നമ്മളുടെ ഈ പോക്കർ ഗെയിംസുകൾ ഉണ്ടല്ലോ, അതായത് റമ്മി കളിക്കൂ, മറ്റേ സർക്കിൾ നേടൂ, ഇന്ന ഇത്ര കോടി രൂപ നേടൂ എന്നൊക്കെ പറയുന്ന ഗെയിമുകളെ ടോട്ടലി ബാൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ടോട്ടലി ബാൻ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ്? കാരണം ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ദെൻ 31ഓളം ആളുകൾ ഓരോ വർഷവും ഇങ്ങനെയുള്ള ഗെയിമുകൾക്ക് അടിസ്ഥാനമാക്കി കളിച്ച് അതിന് അഡിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുന്നതായിട്ടൊക്കെ ഒരു കണക്കുണ്ട്. ഓക്കെ, കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ബാങ്ക് മാനേജർമാര് ഇതെല്ലാം കളിച്ച് അവരുടെ കയ്യിലുള്ള പണം മൊത്തം കളയുന്നു. ദെൻ അതിനുശേഷം മനം തൊന്ന് ആത്മഹത്യ ചെയ്യുന്നു. സോ ഇത് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അഡിക്ഷനായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡ്രീം 11. സോ ഇത് പ്രകാരം നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയില് ഈ ഗെയിമിങ്ങുകളെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഗെയിമിങ്ങുകളെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് അതിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് വരാം. ഇന്ത്യയിലെ ഗെയിമിങ്ങിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിയമമുണ്ടോ? ഇന്ത്യയില് 1867 ബ്രിട്ടീഷുകാരുടെ കാലത്ത് പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട്, പബ്ലിക് ഗെയിമിംഗ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗാംബ്ലിങ്ങിനെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗാംബ്ലിംഗ് ആക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ 1867 നമ്മൾ ഗാംബ്ലിംഗ് നിരോധിച്ചു. പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗാംബ്ലിംഗ് നിരോധിക്കുകയാണ്. ഓക്കെ, ദെൻ ആ ആക്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്നു. കാരണം വേറെ ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ വരുന്നത് എപ്പോഴാണ്? റീസെന്റ് കാലഘട്ടങ്ങളിലാണ്, 2000-ന് ശേഷമാണ്. സോ ഗാംബ്ലിംഗിനെ നിരോധിക്കുക, ചില എക്സെപ്ഷൻ പ്ലേസുകൾ കൊടുത്തു. ഗോവയിൽ പോയിട്ട് ഗാംബിൾ ചെയ്യാം. ദെൻ ചില സംസ്ഥാനങ്ങൾ, സിക്കിം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഗാംബ്ലിംഗ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ.
ലോട്ടറി, നമ്മളുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ, ഇത് ഗാംബ്ലിംഗ് അല്ലേ? സോ എന്താണ് ഇവര്? പ്യുവർ ചാൻസ് അല്ലേ? പ്യുവർ ചാൻസ് ആണ്. സോ ഗെയിമിങ്ങുകളെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സ്കിൽ ബേസ്ഡ് ഗെയിമിങ്ങും ചാൻസ് ബേസ്ഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ സ്കിൽ ബേസ്ഡ് ഗെയിമിംഗ്, ദെൻ എന്താണ് ചാൻസ് ബേസ്ഡ് ഗെയിമിംഗ്. സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ കാർ റേസിംഗ് അല്ലെങ്കിൽ പബ്ജി ഗെയിം എങ്ങനെയാണ്? നമ്മൾ ഹാൻഡ് മൂവ്മെന്റ് വെച്ചിട്ട് മുന്നോട്ട് ഓടിക്കുകയും പുറകോട്ട് ഓടിക്കുകയും വെടിവെക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ വിജയിക്കും. കാർ ഡ്രൈവിംഗ് ഗെയിം നമ്മളുടെ കൈയും നമ്മളുടെ മനസ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് ജയിക്കും. പക്ഷേ ഗാംബ്ലിംഗ് ഗെയിമുകൾ അല്ലെങ്കിൽ ചാൻസ് ബേസ്ഡ് ഗെയിമുകൾ എങ്ങനെയാണ്? പ്യുവർ ചാൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ജയിക്കാനും ജയിക്കാതിരിക്കാനായിട്ടും ഈക്വൽ ചാൻസ് ആണ്. പ്രോബബിലിറ്റിയുടെ ബേസിസിലാണ്, സ്കില്ലിന്റെ ബേസിസിലല്ല. ഇതില് ഈ ചാൻസ് ബേസ്ഡ് ഗെയിമുകളെ നമ്മൾ ഒരു പ്രത്യേക കൂട്ടത്തിലാക്കി. ഓക്കെ, എന്നിട്ട് ചാൻസ് ബേസ്ഡ് ഗെയിമുകളൊക്കെ നിങ്ങൾ വെച്ചോളൂ, കുഴപ്പമില്ല. കറന്റ്ലി ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ചാൻസ് ബേസ്ഡ് ഗെയിമുകളിൽ റിയൽ മണി ഗെയിമുകൾ, അതായത് പൈസ കൊടുത്തുകൊണ്ട് ചാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂത് ആടുന്ന, പ്രോബബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഗെയിമുകളെ നമ്മൾ ടോട്ടലി ബാൻ ചെയ്യും. എല്ലാ ഓൺലൈൻ ഗെയിമുകളെ ഒന്നും ബാൻ ചെയ്യത്തില്ല. പകരം എന്താ ചെയ്യുന്നത്? റിയൽ മണി ഗെയിമുകൾ, ചാൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിയൽ മണി ഗെയിമുകളെ നമ്മൾ ടോട്ടലി അങ്ങോട്ട് ബാൻ ചെയ്ത് കളയും. ഓക്കെ, സോ 1867 തുടങ്ങുന്ന പബ്ലിക് ഗെയിമിംഗ് ആക്ട് അല്ല, ഗാംബ്ലിംഗ് ആക്ട് ആണ്. ഞാനിവിടെ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് ആണ് 1867. ഓക്കെ, ഗാംബ്ലിങ്ങിനെ പണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ 2000 വരെ ഒന്നും ഇത് കുഴപ്പമില്ലാണ്ട് പോയി. 2010-15 വരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഓൺലൈൻ ഗെയിമിങ്ങുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജിയോ എല്ലാവർക്കും 1 GB നെറ്റ് വീതം കൊടുത്തു. പണ്ട് 29 രൂപയ്ക്ക് 300 MB ആയിരുന്നു. നമ്മളിങ്ങനെ ഒരു കാർഡിലിട്ട് ഉരക്കണമായിരുന്നു നമുക്ക് നെറ്റ് കിട്ടണമെങ്കിൽ. ഒരു സാധനം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 2-3 ദിവസമൊക്കെ പിടിക്കും. ഹ്യൂജ് ക്രൈസിസ് ആയിരുന്നു. നെറ്റ് ഒന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. സോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോ അങ്ങനെയല്ല. സോ നമ്മൾ നിയമം കൊണ്ടുവന്നു. സ്കിൽ ബേസ്ഡ്, ചാൻസ് ബേസ്ഡ് ഗെയിമുകളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതിൽ ചാൻസ് ബേസ്ഡിലെ മണി ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന റിയൽ മണി ഗെയിമുകളെ നമ്മൾ നിരോധിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ശരിയാണോ തെറ്റാണോ? അത് ചാൻസ് അല്ലേ? ലോട്ടറി എടുക്കുന്നു, അതെല്ലാം കൂടി ഒരു പെട്ടിയിൽ ഇടുന്നു, ഒരെണ്ണം കൈയിട്ടെടുക്കുന്നു, അത് ചാൻസ് അല്ലേ? ചാൻസ് ആണ്. പക്ഷേ സ്റ്റേറ്റുകൾക്ക്, അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് ഇങ്ങനെയുള്ള ഗെയിമുകൾ, അതായത് ഗെയിമുകളല്ല, ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാം. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഈ കേരളത്തില് ഭൂട്ടാൻ ബമ്പർ എന്നൊക്കെ പറഞ്ഞ ഭാഗ്യക്കുറി ഉണ്ടായിരുന്നു. ഭൂട്ടാൻ ബമ്പർ. സോ അതെല്ലാം നിരോധിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറി അങ്ങോട്ട് ഇറക്കി. സോ സംസ്ഥാനങ്ങൾ ചെയ്യാം, പക്ഷേ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സംസ്ഥാനങ്ങൾ ചെയ്യാം, പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ദെൻ പല സംസ്ഥാനങ്ങളും കറന്റ് എന്ത് ചെയ്യാണ്? കറന്റ് ഇതിനെതിരെ നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്. കാരണം ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗെയിമിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. 7th ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാരുകൾ നിയമങ്ങൾ പാസ്സാക്കിയിട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നിയമം പാസ്സാക്കി ഇവർ എന്ത് ചെയ്യും? ഇവരുടെ പ്ലേസ് ഓഫ് ഓപ്പറേഷൻ അടുത്ത സംസ്ഥാനത്തിലേക്ക് മാറ്റും. ഓക്കെ, ഇന്റർനെറ്റിന് പരിധിയില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്റർനെറ്റ് വലിക്കുന്നത് നമ്മളുടെ സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തോടു കൂടിയാണോ? ശരിയാണ്, അവർക്ക് അധികാരമുണ്ട്. അപ്പോ ഞാൻ ജംഗിൾ റമ്മിയുടെ ഉടമയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മൈ സർക്കിളിന്റെ ഉടമയാണെന്ന് വിചാരിക്കുക. ജംഗിൾ റമ്മി ഞാനാണ് നടത്തുന്നത്. എന്നോട് കേരള സർക്കാർ പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ കേരളത്തിൽ പ്രവർത്തിക്കരുത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ പ്രവർത്തനം തമിഴ്നാട്ടിലേക്ക് അവർ മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? തമിഴ്നാട്ടിൽ നിന്ന് അവർ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കേരളക്കാരൻ തമിഴ്നാട്ടിലുള്ള ഗെയിം ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, കളിച്ചാൽ പോരെ. അവര് അങ്ങനെ കളിക്കാൻ തുടങ്ങി. സോ ഇന്ത്യയില് നമ്മൾ ഇത് ബാൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുഷിംഗ് ദ മാർക്കറ്റ് ഓഫ് ഷോർ എന്നുള്ളതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ ബാൻ ചെയ്താൽ തൊട്ടടുത്ത രാജ്യത്തിലേക്ക് പോകും അവര്. ഫോർ എക്സാമ്പിൾ, പബ്ജി ബാൻ ചെയ്തില്ലേ? ചൈനയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പബ്ജി ബാൻ ചെയ്തില്ലേ?
പബ്ജിയുടെ പ്ലേസ് ഓഫ് ഓപ്പറേഷൻസും ലീഗാലിറ്റിയും നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് മാറ്റി, എന്നിട്ട് വീണ്ടും ഇന്ത്യയിൽ പബ്ജി വന്നല്ലോ. ഓക്കെ, സോ അതുപോലെ ഓഫ് ഷോർ ഗെയിമുകളിലേക്ക്, അതായത് മാർക്കറ്റ് ഓഫ് ഷോറിലേക്ക് പോകും. ദെൻ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ ടോട്ടലി ബാൻ ചെയ്ത് വരുമ്പോൾ നോക്കാൻ പറ്റുന്നു. ഒന്ന്, മാർക്കറ്റ് പുറത്തേക്ക് പോകും. ദെൻ പ്ലേസ് ഓഫ് ഒക്യുറൻസ് വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ട് ടോട്ടലി ഇതുപോലെ തന്നെ നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലോസിങ് ടാക്സ് റവന്യൂ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവര് ഗവൺമെന്റിന് ടാക്സുകൾ അടയ്ക്കുന്നുണ്ട്, ടാക്സുകൾ പേ ചെയ്തുകൊണ്ട്. ഇത് ഒരു വലിയ ഇൻഡസ്ട്രി ആണ് കേട്ടോ. ഈ ഗാംബ്ലിംഗ് ഗെയിംസ് അല്ലെങ്കിൽ റിയൽ മണി ഗെയിംസ് എന്ന് പറയുന്നത് ഓൺലൈൻ ഗെയിംസ് ഹെവി ഇൻഡസ്ട്രി ആണ്. സോ അവര് വലിയ രീതിയിൽ ടാക്സുകൾ അടയ്ക്കുന്നുണ്ട്. സ്റ്റിഫ്ലിംഗ് ഇന്നോവേഷൻസ്, ഈ ഫീൽഡില്, ഗെയിമിംഗ് ഫീൽഡുകളിൽ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ. ഇപ്പൊ PS5 എന്നൊക്കെ പറഞ്ഞൊരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും. എനിക്കതിലൊന്നും അത്ര വലിയ പിടിപാടില്ല, ഞാൻ കേട്ടറിവ് കൊണ്ട് പറയുകയാണ്. സോ ആ ഒരു ഉപകരണം, അങ്ങനെയുള്ള ഇന്നോവേഷൻസുകൾ. ദെൻ വേറെ എന്തൊക്കെയാണ്, ഈ സെക്ടറിലുള്ള ഡിഫറെന്റ് ഇന്നോവേഷനുകൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലിമിറ്റ് ചെയ്യാനായിട്ട് ഈ ടോട്ടൽ ബാൻ കൊണ്ട് പറ്റുകയുള്ളൂ എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസിലെ ആർട്ടിക്കിളാണ്, ഹിന്ദുവിലല്ല, ഇന്ത്യൻ എക്സ്പ്രസിൽ കണ്ടതാണ്. ഓക്കെ, സോ ഇതിന് എന്താണ് ഒരു പരിഹാരം? സോ നമ്മൾ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു. ഇത് ടോട്ടലി ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടോട്ടലി ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഓഫ് ഷോറിലേക്ക് പോകും, മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് സെയിം കാര്യങ്ങൾ തന്നെ. നമുക്ക് VPN യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഗെയിമുകൾ ആക്സസ് ചെയ്തുകൂടെ? സോ ഇത് കളിക്കണമെന്ന് തോന്നുന്നവര് എവിടെ ആയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കും. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്, ടാക്സ് റവന്യൂ കുറയും. ദെൻ ഇന്നോവേഷൻസ്, ഈ മേഖലയിലുള്ള ഇന്നോവേഷൻസ് കുറയും. ദെൻ എംപ്ലോയ്മെന്റ് കുറയും. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അത്രയും ആളുകൾ ഒരുമിച്ച് പിരിച്ചുവിടപ്പെടും. അത് ഹ്യൂജ് പ്രോബ്ലം ആണ്. ദെൻ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യുക? ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇവിടുത്തെ എക്സാമ്പിൾ പറയുന്നത്, കമ്പനിയൊക്കെ വിട്ടേക്കുക, എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിസ്ക് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ്, ചാൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞ 2 ഡെഫിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക. സ്കില്ലിലും ചാൻസിലും വലിയ കഥയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പകരം റിസ്ക് ഉള്ള ഗെയിമാണോ റിസ്ക് ഇല്ലാത്ത ഗെയിമാണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയാണ്? റിസ്ക് ബേസ്ഡ് റെഗുലേഷൻ ആണ് നമ്മൾ സ്കിൽ വേഴ്സസ് ചാൻസ് ബേസ്ഡ് റെഗുലേഷനെക്കാളും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകേണ്ടത്? അതായത് റെഗുലേറ്ററി ഫിലോസഫി, റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബ്ലാങ്കറ്റ് ബാൻ അല്ല നമ്മൾ ചെയ്യുന്നത്. സ്റ്റേറ്റ്സ് ഹാവ് ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസ് അഡ്വക്കേറ്റഡ് ടു കോഫെഡറലിസം. അതായത് സ്റ്റേറ്റുകളാണ് നിയമങ്ങൾ തീരുമാനിക്കേണ്ടത്. അതൊന്നും നടപ്പാക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, തൊട്ടപ്പുറത്തെ സംസ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു പോർഷനിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, റിസ്ക് ബേസ്ഡ് റെഗുലേഷൻ. ബ്ലാങ്കറ്റ് ബാൻ കൊണ്ട് ഒന്നും നേരെയാകാനായിട്ട് പോകുന്നില്ല. പകരം എന്താണ്, റിസ്ക് ബേസ്ഡ് റെഗുലേഷൻ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, റെഗുലേഷൻ എങ്ങനെയായിരിക്കണം? റിസ്ക് ബേസ്ഡിലുള്ള റെഗുലേഷൻ ആയിരിക്കണം. സോ ഈ ആക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട്. അതിലെ റിയൽ മണി യൂസ് ചെയ്തുകൊണ്ട് റിയൽ വേജ് ഗെയിമുകൾ, അതായത് റിയൽ ടൈം മണി പോകുന്ന ഗെയിമുകൾ, ചാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമുകളെ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ മണി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാൻസ് ബേസ്ഡ് ഗെയിമുകൾ ഇനി കളിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നമുണ്ട്. 2 ലക്ഷത്തോളം ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. വേറെ എന്താ പ്രശ്നം? അത് ഓഫ് ഷോറിലേക്ക് പോകാം, മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ഇന്ത്യയിലെ പണം അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യാം. മനസ്സിലായി? ഇന്ത്യയുടെ ടാക്സ് റവന്യൂ കുറയാം. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഈ മേഖലയിൽ, ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ ഇന്നോവേഷൻസ് കുറയാം. ഇന്ത്യയിൽ, ചൈനയൊക്കെയാണ് ഹ്യൂജ്ലി ഇന്നോവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യാനുള്ള കാര്യമുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്കിൽ ബേസ്ഡ്, ചാൻസ് ബേസ്ഡ് എന്ന് പറയുന്ന റെഗുലേഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? റിസ്ക് ബേസ്ഡ്, നോൺ റിസ്ക് ബേസ്ഡ്. ഇത് റിസ്ക് ആണോ? റിസ്ക് ആണെങ്കിൽ ഇത് നടത്താൻ പാടില്ല, റിസ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ഈ ഒരു ഇൻഡസ്ട്രി, എക്കണോമിക്സിൽ ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, എക്കോണമി ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല എന്ന് ഞങ്ങളുടെ സാർ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു. അതായത് ഞങ്ങളുടെ എക്കണോമിക്സിന്റെ പ്രൊഫസർ എപ്പോഴും ഞങ്ങളോട് പറയായിരുന്നു, എക്കോണമി ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല. സോ എക്കോണമിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് ആലോചിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒഴുക്കിലെ എക്കോണമി അങ്ങോട്ട് വിട്ടോളണം.
എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹ്യൂജ് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഡിമോണറ്റൈസേഷൻ, നമ്മുടെ നോട്ട് നിരോധിക്കുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് ഒഴുകിക്കൊണ്ടിരുന്ന എക്കോണമിയെ പിടിച്ചിട്ട് ഒന്ന് പിന്നോട്ടടിക്കാനായിട്ട് ഡിമോണറ്റൈസേഷൻ സാധിച്ചു. GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നോർമലി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് പല കമ്പനികളും കരകയറിയിട്ടില്ല. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് നല്ല കാര്യത്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ എക്കോണമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, അത് എക്കോണമിയുടെ ബേസിക് ആയിട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു കാര്യവും എക്കോണമിയുടെ ഒഴുക്കിനെ, പെർട്ടിക്കുലർലി ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അത് ഉറപ്പാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് നമുക്ക് റെഗുലേഷനുകൾ വെക്കാതിരിക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഈ റെഗുലേഷനുകൾ മിനിമൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ഈ റെഗുലേഷനുകൾ വെക്കേണ്ടത്. ഓക്കെ, എന്നാൽ മാത്രമേ എക്കോണമി ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. സോ ഇതാണ് ഈ ഒരു ഡിസ്കഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ.